46 സങ്കീർത്തനം 11 വാക്യം. ഒരാൾക്ക് ശബ്ദം ഉയർത്തി വായിക്കാം. 46 സങ്കീർത്തനം 11 വാക്യം. യെസ്, മതി. സൈന്യങ്ങളുടെ യഹോവ നമ്മോടുകൂടെ ഉണ്ട്. യാക്കോവിൻ്റെ ദൈവം നമ്മുടെ ദുർഗമാകുന്നു. ഇന്ന് രാത്രി ആരൊക്കെ നമ്മളോട് ഉണ്ടെന്നുള്ളതോ ആരൊക്കെ നമ്മളോട് ഇല്ലെന്നുള്ളതോ നമ്മെ സംബന്ധിച്ച് വലിയ കാര്യമല്ല. നമ്മുടെ കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട്. വിശ്വാസമുണ്ടോ? സൈന്യങ്ങളുടെ യഹോവ നമ്മോടുകൂടെയുണ്ട്. യാക്കോവിൻ്റെ ദൈവം നമ്മുടെ ദുർഗമാകുന്നു. ഇന്ന് രാത്രി ഇവിടെ വന്ന് എത്ര പേർക്ക് പറയാൻ കഴിയും സൈന്യങ്ങളുടെ യഹോവ എന്നോടുകൂടെ ഉണ്ടെന്ന്? ചെങ്കിന് കൈവച്ചുകൊണ്ട് പറ, സൈന്യങ്ങളുടെ യഹോവ എന്നോടുകൂടെയുണ്ട്. യാക്കോവിൻ്റെ ദൈവം എൻ്റെ ദുർഗമാകും. ദൈവം കൂടി ഉണ്ടെങ്കിൽ ആര് കൂടിയില്ലെങ്കിലും കുഴപ്പമില്ല. ദൈവം കൂടില്ലേ ആര് കൂടെ ഉണ്ടായാലും ഗുണവുമില്ല. അതുകൊണ്ടാണ് പൗലോസപ്പോലും പറഞ്ഞു, ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ ലോകം മുഴുവൻ നിങ്ങൾക്ക് അനുകൂലവും ദൈവം പ്രതികൂലവുമാകുന്നതിനേക്കാൾ ലോകം മുഴുവൻ നിങ്ങൾക്കെതിരാണെങ്കിലും ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ ജയം നിങ്ങൾക്കായിരിക്കും. നമ്മുടെ ഒരു മാസയോഗത്തിന് ഒരു അമ്മച്ചി എഴുന്നേറ്റ് ഇന്ന് സാക്ഷ്യം പറഞ്ഞു, ഞങ്ങളുടെ ഹോള് പണി ആരംഭിക്കാൻ പോവാ. അപ്പുറത്തൊക്കെയുള്ള സഭകൾക്കാണ് ഇഷ്ടംപോലെ അമേരിക്കക്കാരുണ്ട്, പേർഷ്യക്കാരുണ്ട്, UK ഞങ്ങൾക്ക് ദൈവമല്ലാതെ ആരുമില്ലെന്ന്. ഞങ്ങൾക്ക് ദൈവമല്ലാതെ ഒരു മോശക്കാരനെ കൈ കിട്ടിയോല. കർത്താവ് കൂടെ ഉണ്ടെങ്കിലേ 100 അമേരിക്കക്കാരേക്കാൾ ശ്രേഷ്ഠമല്ലേ? കർത്താവ് നിൻ്റെ കൂടെ ഉണ്ടെന്ന് ഉറപ്പ് പ്രാപിക്കാം. നമ്മുടെ സമയം ചുരുക്കൊണ്ട് ഇതിലെ ചില കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു. ഒരു ഇസ്രായേലിയൻ ആരാധനയ്ക്കായി വരുമ്പോൾ ദൈവത്തിൽ കൂടെ കൂടെ ഉദ്ധരിക്കുന്നൊരു പദമായിരുന്നു യാക്കോബിൻ്റെ ദൈവം. യാക്കോബിൻ്റെ ദൈവത്തിൻ്റെ നാമം നിന്നെ ഉയർത്തിട്ട് യാക്കോബിൻ്റെ ദൈവം സഹായമായി. യാക്കോബിൻ്റെ ദൈവം നിന്നെ സഹായിക്കട്ടെ. ഒരു ഇസ്രായേലിന് ആരാധനയ്ക്ക് വരുമ്പോൾ വിശ്വാസവീരനായ അബ്രഹാമിൻ്റെ പേര് പറഞ്ഞോ? വിശുദ്ധി സൂക്ഷിച്ച യോസഫിൻ്റെ പേര് പറഞ്ഞോ? അനുസരണം തികഞ്ഞവനായ ഇസഹാക്കിൻ്റെ പേര് പറഞ്ഞോ? വരുന്നതിനേക്കാൾ കൂടുതൽ ഉപായിയായ ചതിയനായ യാക്കോബിൻ്റെ പേര് പറഞ്ഞ എന്ന് പറഞ്ഞ അർത്ഥം, ദൈവമേ നിന്റെ സന്നിധിയിൽ വരുമ്പോൾ എനിക്ക് അബ്രഹാമിൻ്റെ വിശ്വാസം പറയാനില്ല, എനിക്ക് യോസഫിൻ്റെ വിശുദ്ധി പറയാനില്ല, എനിക്ക് ഇസഹാക്കിൻ്റെ അനുസരണം പറയാനില്ല. കളിപ്പീരുകാരനായ ഉപായിയായ ചതിയനായ യാക്കോബിനെ അനുഗ്രഹിച്ച ദൈവമേ എന്നെ അനുഗ്രഹിക്കണമേ. ദൈവമക്കളെ, നമുക്ക് യോഗ്യത പറഞ്ഞ് ദൈവത്തിൽ ചെല്ലാനൊന്നുമില്ല. നമ്മുടെ അയോഗ്യത കണക്കിടാതെ കർത്താവ് നമ്മളെ സ്നേഹിച്ചു കരുതുന്നു. നമ്മുടെ വിശ്വസ്തതയുടെ കൂടുതലല്ല, ദൈവത്തിൻ്റെ വിശ്വസ്തതയാണ് ഇന്ന് രാത്രി നമ്മളോട് ഇരിക്കുന്നത്. ഇത് എഴുതാനുള്ള സാഹചര്യം നിങ്ങൾക്കറിയാം. 46 സങ്കീർത്തനം കൊരഗോത്രന്മാരുടെ ഒരു കീർത്തനമാണ്. കൊരഗ്, ദാദാം, അബീരാം തുടങ്ങിയവർ ദൈവദാസനായ മോശയ്ക്കെതിരെ മത്സരിച്ചപ്പോൾ മോശ ദൈവത്തിൽ നെടുമ്പാട് വീഴുന്നു. സംഖ്യാപുസ്തകം 16:1 മുതലുണ്ട്. മോശ ദൈവത്തിൽ നെടുമ്പാട് വീഴുന്നു. മോശ കരയുന്നു. നിങ്ങളെന്നെ ശ്രദ്ധിക്കണം. ഈ മോശ മിസ്രൈമിലെ സകല ജ്ഞാനവും അഭ്യസിച്ചവനായിരുന്നു. ഒരു 20-30 പേരൊക്കെ വന്നാൽ അടിച്ച് താഴെയിടാനുള്ള കൈക്കരുത്തുള്ള മോശയെ ദൈവം ദൈവിക പാഠശാലയുടെ കയറ്റിയിറക്കിയപ്പോൾ പ്രതിസന്ധികളിൽ കൈക്കരുത്ത് കാണിക്കുന്നവനായിട്ടല്ല, നെടുമ്പാട് വീണ് കരയുന്ന മോശയെ കാണുന്നു. വേദോസ്തല വാക്യമുണ്ട്, ദൈവം എഴുന്നേൽക്കുമ്പോൾ അവൻ്റെ ശത്രുക്കൾ ചിതറും. ദൈവം എഴുന്നേൽക്കണമെങ്കിൽ നാം ഇരിക്കണം. നാമും നമ്മുടെ ദൈവം ഒരുപോലെ എഴുന്നേറ്റ് നിൽക്കില്ല. നാം എപ്പോൾ നിൽക്കുമോ അപ്പം നമ്മുടെ ദൈവം ഇരിക്കുകയായിരിക്കും. പക്ഷെ നീ ഇരുന്നാൽ ദൈവം നിനക്ക് വേണ്ടി എഴുന്നേൽക്കും. ഞാനിതെല്ലാം എടുത്ത് വായിപ്പിക്കാത്ത നമ്മുടെ കൃത്യസന്ധതനുണ്ട്. മോശയോട് തമ്പുരാൻ പറഞ്ഞു,
ഞാൻ ഇതുവരെ വെളിപ്പെടുത്താത്തൊരു കാര്യം വെളിപ്പെടുത്തും, ഇതുവരെ ചെയ്യാത്തൊരു കാര്യം ഞാൻ ചെയ്യും. ഭൂമി വാപിളർക്കും. ഈ പ്രത്യേക മീറ്റിങ്ങിൽ വന്ന നിങ്ങളോട് പരിശുദ്ധാത്മാവിൽ ഞാൻ പറയുന്നു, കരയുന്ന നിനക്ക് വേണ്ടി, പ്രാർത്ഥിക്കുന്ന നിനക്ക് വേണ്ടി ഇതുവരെ ചെയ്യാത്തതൊന്ന് ദൈവം ചെയ്യും. ഇതുവരെ കാണാത്തതൊന്ന് നീ കാണും. പ്രൈസ് ദി ലോർഡ്. നിനക്ക് വേണ്ടി പുതിയതൊന്ന് ചെയ്യുവാൻ നമ്മുടെ കർത്താവിന് കഴിയും. വിശ്വസിക്കുന്നവരാ കൈയൊന്നടിച്ച് വായം തുറന്ന ശക്തിയോടെ ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തിക്കൊണ്ട് പറ, കരയുന്ന നിനക്ക് വേണ്ടി എല്ലാവരും കൈയൊന്നടിച്ച് വായം തുറന്നേ ശക്തിയോടെ പ്രാർത്ഥിക്കുന്ന നിനക്ക് വേണ്ടി പുതിയതൊന്ന് ചെയ്യാൻ ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഭൂമി വാപിളർന്ന് കോരകിനെയും അദ്വൈതാനും വിഴുകിക്കളഞ്ഞു. കോരയുടെ അപ്പനും ബന്ധുക്കളും എല്ലാം മരിച്ചു, കൂടാരമെല്ലാം പോയി, എല്ലാം നഷ്ടപ്പെട്ട കോരകന്റെ പുത്രന്മാർ ആ രാത്രിയിൽ കിടക്കുവാൻ ഇടമില്ലാതെ, അഭയസ്ഥാനമില്ലാതെ, ഇസ്രായേൽ ഗോത്രങ്ങൾ നിരനിരയടിച്ചിരിക്കുന്ന കൂടാരങ്ങളുടെ എല്ലാം വാതിൽക്കൽ പോയി മുട്ടി വിളിച്ചു. അവരെല്ലാം വാതിൽ തുറന്നു. കോരകിന്റെ മക്കളാണ്, ശപിക്കപ്പെട്ടവന്റെ സന്താനങ്ങളാന്ന് കണ്ടപ്പോൾ സകല വാതിലും കൊട്ടിയടച്ചു. അങ്ങനെ എല്ലാവരാലും തിരസ്കരിക്കപ്പെട്ടവരായി എല്ലാ വാതിലും കൊട്ടിയടയ്ക്കപ്പെട്ട് മരുഭൂമിയിൽ അവർ നിൽക്കുമ്പോൾ ഈ കൂടാരങ്ങളുടെ എല്ലാം നടുവിൽ ഒരു വലിയ കൂടാരമുണ്ട്. അതാണ് സമാഗമന കൂടാരം. അതിനകത്തു നിന്നൊരു ശബ്ദം അവർ കേട്ടു, കുരിയിലേ മീവൽ പക്ഷിയെ നീ ഇങ്ങോട്ട് കയറിക്കൊള്ളുക. അതിനകത്തവർ കയറിയിരുന്ന് പാടുന്ന പാട്ടാണ് 84-ാം സങ്കീർത്തനവും 46-ാം സങ്കീർത്തനവും. 46-ാം സങ്കീർത്തനം അവരിങ്ങനെ പാടി, ദൈവം നമ്മുടെ സങ്കേതവും ബലവും, കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണ. അതുകൊണ്ട് ഭൂമി മാറിപ്പോയാലും പർവ്വതങ്ങൾ കുലുങ്ങിയാലും അത് സമുദ്രമധ്യ വീണാലും നാം ഭയപ്പെടില്ല. അവർ കണ്ടതാ ഭൂമി മാറിപ്പോയെന്ന്. 54-ാം സങ്കീർത്തനം പാടി, കുരികൾ തനിക്കൊരു വീടും മീവൽ പക്ഷി തൻ്റെ കുഞ്ഞുങ്ങൾക്കൊരു കൂടും കണ്ടെത്തിയിരിക്കുന്നു. എൻ്റെ രാജാവും ദൈവമായുള്ളവേ, നിന്റെ യാഗപീഠങ്ങളെ തന്നെ. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് അവർ പാടി, ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു. സൈന്യങ്ങളുടെ യഹോവ നമ്മോട് കൂടെയുണ്ട്, യാക്കോവിൻ്റെ ദൈവം നമ്മുടെ ദുർഗമാകുന്നു. എന്താണ് യാക്കോവിൻ്റെ ദൈവത്തിൻ്റെ പ്രത്യേകത? ഒരു പ്രത്യേകത പറയാനാണ് ഇത് പറഞ്ഞു വരുന്നത്. യാക്കോവിൻ്റെ ദൈവത്തിൻ്റെ അനവധി പ്രത്യേകതകൾ വിശുദ്ധ ബൈബിളിലുണ്ട്. ഒന്ന്, നിങ്ങൾ 1-2 വാക്യം ഒന്ന് വായിക്കണം. യെശയ്യാ പ്രവചനം 43-ാം അധ്യായം 1-ാം വാക്യം. യെശയ്യാ പ്രവചനം 43-ാം അധ്യായം 1-ാം വാക്യം. യെസ്. ഇപ്പോഴോ യാക്കോബേ, നിന്നെ സൃഷ്ടിച്ചവനും ഇസ്രായേലേ നിന്നെ നിർമ്മിച്ചവനുമായ. അപ്പോൾ യാക്കോവിൻ്റെ ദൈവത്തിൻ്റെ ഒന്നാമത്തെ പ്രത്യേകത, യാക്കോവിൻ്റെ ദൈവത്തെ അവൻ നിർമ്മിച്ചവനല്ല, അവനെ നിർമ്മിച്ചവനാണ്. അവൻ സൃഷ്ടിച്ചവനല്ല, അവനെ സൃഷ്ടിച്ചവനാണ്. നമ്മുടെ ദൈവം നാം നിർമ്മിച്ച ദൈവമല്ല, നമ്മെ നിർമ്മിച്ച ദൈവമാണ്. നമ്മുടെ ദൈവം നാം സൂക്ഷിക്കുന്ന ദൈവമല്ല, നമ്മെ സൂക്ഷിക്കുന്ന ദൈവമാണ്. നമ്മുടെ ദൈവം നാം ചുമക്കുന്ന ദൈവമല്ല, നമ്മെ ചുമക്കുന്ന ദൈവമാണ്. നമ്മുടെ ദൈവം നമ്മുടെ ദാനം കൊണ്ട് ജീവിക്കുന്ന ദൈവമല്ല, നമുക്ക് ദാനമായി എല്ലാം തരുന്ന ദൈവമാണ്. നമ്മുടെ ദൈവം നാം വില കൊടുത്ത് വാങ്ങിയ ദൈവമല്ല, നമ്മെ വിലയ്ക്ക് വാങ്ങിയ ദൈവമാണ്. ഇതെല്ലാം ബൈബിളിലുണ്ട്. യെശയ്യാ പ്രവചനം 46-ാം അധ്യായം 1-ാം വാക്യം വായിച്ചാട്ട്. യെശയ്യാ പ്രവചനം 46-ാം അധ്യായം 1-ാം വാക്യം. യെശയ്യാ 46-ന്റെ 1-ാം വാക്യം വായിച്ചാട്ട്. യെസ്. ബേൽ വണങ്ങുന്നു, നെബോ കുനിയുന്നു. അടുത്തത്, യെസ്. അടുത്തത്, അടുത്തത് കണ്ടോ, ഗർഭം മുതൽ വഹിക്കപ്പെട്ടവരും ഉദരം മുതൽ ചുമക്കപ്പെട്ടവരുമായി. അപ്പൊ നമ്മുടെ ദൈവം നാം ചുമക്കുന്ന ദൈവം അല്ല, നമ്മെ ചുമക്കുന്നവനാ. എവിടെ മുതലാ ദൈവം നമ്മളെ ചുമക്കാൻ തുടങ്ങിയത്? അമ്മയുടെ ഉദരം മുതൽ, ഗർഭം മുതൽ. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് 21-ാം സങ്കീർത്തനക്കാരൻ പറഞ്ഞു, എൻ്റെ അമ്മയുടെ ഗർഭം മുതൽ നീ എന്നെ താങ്ങിയിരിക്കുന്നു. എൻ്റെ അമ്മയുടെ ഉദരത്തിൽ നിന്ന് എടുത്തവൻ നീ തന്നെ. യിരെമ്യാവിനോട് പറഞ്ഞു, നീ നിന്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാവുമ്പ് ഞാൻ നിന്നെ കണ്ടു. നിന്റെ അമ്മയുടെ ഉദരത്തിൽ ഇരിക്കുമ്പോൾ ഞാൻ നിനക്ക് പേർ ചൊല്ലി വിളിച്ചു, നിന്റെ പേര് ഞാൻ വിളിച്ചു. സ്തോത്രം. എന്ന് പറഞ്ഞാൽ നമ്മുടെ അപ്പം നമ്മെ കാണും മുമ്പ്, അമ്മ നമ്മെ കാണും മുമ്പ്, ഡോക്ടർ നമ്മളെ കാണും മുമ്പ് കണ്ട ഒരുവനുണ്ട്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അടുത്ത വാക്യം വായിച്ചേ. നിങ്ങൾ നരയ്ക്കുമ്പോഴോ
വായിച്ചാട്ട് ആ വാക്യം തന്നെ. യെസ്, യെസ്. എൻ്റെ വാക്ക് കേൾപ്പീൻ, നിങ്ങളുടെ വാർദ്ധക്യം വരെ ഞാൻ അനന്യം തന്നെ, നിങ്ങൾ നരയ്ക്കോളൂ. കണ്ടോ, നരച്ചാലും ചുമക്കും എന്ന് പറഞ്ഞാൽ കർത്താവ് പറഞ്ഞത്, നീ എനിക്കൊരു അധികപ്പറ്റല്ല. അനേകം മക്കൾക്ക് അമ്മയപ്പന്മാർ അധികപ്പറ്റാകുന്ന കാലമായത്. തമ്പുരാൻ പറഞ്ഞു, നീ എനിക്കൊരു അധികപ്പറ്റല്ല, നീ നരച്ചാലും ഞാൻ നിന്നെ ചുമക്കും. നമ്മുടെ ദൈവം നാം ചുമക്കുന്ന ദൈവമല്ല, നമ്മെ ചുമക്കുന്ന ദൈവം. എവിടെ മുതൽ? അമ്മയുടെ ഉദരം മുതൽ. പ്രൈസ് ലോർഡ്. അവൻ നമ്മെ ചുമന്നുകൊണ്ടിരിക്കുക. ഉണ്ടുകൊടുത്ത് ഉറങ്ങി ഇവിടെ പാർക്കുമ്പോൾ അവൻ നമ്മെ ചുമക്കുന്നു. ഉലകം വിട്ടുയരത്തിൽ കടന്നാൽ അവിടെ നമ്മെ ചുമക്കുന്ന ദൈവമാണ്. എന്നാൽ ഈ മീറ്റിങ്ങിൻ്റെ ഒന്നാം രാത്രിയിൽ നിങ്ങളോട് അറിയിപ്പാൻ കർത്താവ് ഏൽപ്പിച്ചു വിട്ട ദൂത് ഇതൊന്നുമല്ല. യാക്കോവിൻ്റെ ദൈവത്തിൻ്റെ ഒരു പ്രത്യേകത, യാക്കോവ് അവിശ്വസ്തനായാലും അവൻ്റെ ദൈവം വിശ്വസ്തനായി പാർക്കുന്നു. കൈയൊന്നുയർത്തി വായും തുറന്നു പറ, ഞാൻ അവിശ്വസ്തനായാലും എൻ്റെ ദൈവം വിശ്വസ്തൻ. യാക്കോവേ, നിന്റെ വിശ്വസ്തതയുടെ കൂടുതലല്ല, ദൈവത്തിന് നിന്നോടുള്ള വിശ്വസ്തതയായതുവരെ നിന്നെ കൊണ്ടുവന്നത്. അത് മറക്കരുത്. വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായം 10 മുതലുള്ള വാക്യങ്ങൾ. ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായം 10 മുതലുള്ള വാക്യങ്ങൾ വായിച്ചാട്ട്. എന്നാൽ യാക്കോബ് ബെർഷെബയിൽ നിന്ന് പുറപ്പെട്ട് ഹാരാനിലേക്ക് പോയി. അവനൊരു സ്ഥലത്തെത്തിയപ്പോൾ സൂര്യൻ അസ്തമിക്കൊണ്ട് അവിടെ രാപാർത്തു. അവൻ ആ സ്ഥലത്തെ കല്ലുകളിൽ ഒന്നെടുത്ത് തലേണയായി വെച്ച് അവിടെ കിടന്നുറങ്ങി. അടുത്തത്, അവനൊരു സ്വപ്നം കണ്ടു. ഇതാ ഭൂമിയിൽ വെച്ചിരിക്കുന്ന ഒരു കോവേണി, അതിന്റെ തല സ്വർഗത്തോളം എത്തിയിരിക്കുന്നു. ദൈവത്തിന്റെ ദൂതന്മാർ അതിന്മേൽ കൂടി കയറുകയും ഇറങ്ങുകയുമായിരുന്നു. നിങ്ങൾക്ക് നിങ്ങൾ എന്റെ മുഖത്ത് നോക്കിയിരുന്നു. ഞാൻ പറയുമ്പോൾ എന്റെ ബാക്കി വായിച്ചാൽ മതി. നിങ്ങൾക്ക് എന്റെ പശ്ചാത്തലം അറിയാം. അരക്കപ്പ് പായസം കൊടുത്ത് അച്ചാച്ചനെയും ആട്ടടിച്ചു കൊടുത്ത് അപ്പച്ചനെയും കളിപ്പീരുകാരനായ യാക്കോവ് അമ്മാച്ചന്റെ വീട്ടിലേക്ക് ഓടുകയാണ്. ലൂസ് എന്ന സ്ഥലത്തിയപ്പം ആകപ്പാടെ അവനും അങ്ങ് ലൂസായി. നമ്മൾ വായിക്കുന്നത്, സൂര്യൻ അസ്തമിച്ചു, പ്രതീക്ഷകൾ അസ്ഥാനത്തായി, ഇരുട്ടി വ്യാപിപ്പാൻ തുടങ്ങി. വനസഞ്ചാരിയായ ജ്യേഷ്ഠൻ അവൻ്റെ പുറകാലെയുണ്ട്. ഹിംസ ജന്തുക്കളുടെ ശബ്ദം അവൻ്റെ കാതിൽ കേൾക്കുവാൻ തുടങ്ങി. ഓടിയതും അധ്വാനിച്ചതുമെല്ലാം വൃഥാവായെന്ന് യാക്കോവിന് തോന്നി. ഇവിടെ തീർന്നു, ഇവിടെ അവസാനിച്ചു എന്ന് യാക്കോവിന് തോന്നിയപ്പോൾ സ്വർഗത്തിലെ ദൈവം അവന് ദർശനം നൽകുകയാണ്. സൂര്യൻ അസ്തമിക്കുന്നിടം, പ്രതീക്ഷകൾ അസ്ഥാനത്താകുന്നിടം, സകല വാതിലും അടയപ്പെടുന്നിടം നമുക്ക് വേണ്ടി നീതി സൂര്യൻ ഉദിക്കും. പ്രൈസ് ദി ലോർഡ്. ശക്തിയോടെ ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തിക്കേ. പ്രതീക്ഷകൾ അസ്ഥാനത്താകുന്നിടം, ആശകൾ നിരാശകളാകുന്നിടം, സകല വാതിലും അടയപ്പെടുന്നിടം നിനക്കും നിന്റെ തലമുറയ്ക്ക് വേണ്ടി പുതുവഴി തുറക്കാൻ ദൈവത്തിന് കഴിയും. പ്രൈസ് ദി ലോർഡ്. ആയുസ്സിലാദ്യമായിട്ടായിരിക്കും അവന്റെ കണ്ണു മേലോട്ട് ഉയർന്നു. യാക്കോവ് അതുവരെ പ്രാർത്ഥിച്ചതായിട്ട് വിശുദ്ധ ബൈബിളിലില്ല. പക്ഷെ വേദവസം പറഞ്ഞു, ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു. എനിക്ക് സഹായം, എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും നിർമ്മിച്ച യഹോവയിങ്കൽ നിന്ന് വരുന്നു. ഇതുവരെ അവൻ പ്രാർത്ഥിച്ചിട്ടില്ല, പക്ഷെ അന്ന് അവൻ പ്രാർത്ഥിച്ചു. അന്ന് അവൻ്റെ കണ്ണ് മേളോട്ട് ഉയർന്നു. ഞാൻ കൂടെ പറയാറുണ്ട്, കരയാത്തവനെ കരയിപ്പിക്കാൻ ദൈവത്തിനറിയാം, പ്രാർത്ഥിക്കാത്തവനെ പ്രാർത്ഥിപ്പിക്കാൻ ദൈവത്തിനറിയാം, ഉപവസിക്കാത്തവനെ ഉപവസിപ്പിക്കാൻ ദൈവത്തിനറിയാം. എല്ലാവരും ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ കിടന്നുറങ്ങിയാൽ, എല്ലാവരും കിടന്നുറങ്ങുമ്പോൾ നിങ്ങൾ തനിയെ ഇരുന്ന് കരയേണ്ടി വരും. ഇന്ന് നിങ്ങളുടെ മക്കളെ ഓർത്ത് കരഞ്ഞില്ലെങ്കിൽ നാളെ അവരെ ചൊല്ലിക്കരയേണ്ടി വരും. എന്നാൽ ഞാൻ കൂടെ പറയാറുണ്ട്, നീ പ്രാർത്ഥിക്കുന്നവനെങ്കിൽ, നീ കരയുന്നവനെങ്കിൽ, നിന്റെ ഭാരമേറിയ വിഷയത്തിൽ നിനക്ക് പ്രാർത്ഥിക്കാൻ കഴിയാതെ വരുമ്പോൾ, നീ ആയുസ്സിൽ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത ചിലരെ നിനക്കായി പ്രാർത്ഥിക്കാൻ ദൈവം എഴുന്നേൽപ്പിക്കും, നിനക്കായി കരയാൻ ദൈവം എഴുന്നേൽപ്പിക്കും.
ദാനിയേൽ പ്രാർത്ഥിക്കുന്നവനായിരുന്നു. ദാനിയേലിന് ഭാരമേറിയൊരു വിഷയം വന്നപ്പോൾ അവന് വേണ്ടി പ്രാർത്ഥിക്കേണ്ടിയിരുന്നത് ശദ്രക്, മേശക്, അബേദ്നെഗോ എന്നിവരായിരുന്നു. എന്നാൽ അവരെ അവിടെ കാണുന്നില്ല. എന്നാൽ അന്ന് രാത്രി ദാനിയേലിന് വേണ്ടി ഒരാൾ ഉറക്കം കളഞ്ഞിരുന്നു. ഇല്ലേ പാസ്റ്ററേ? ആരാ? രാജ്യം ഭരിക്കുന്ന രാജാവ്. ഒരിക്കൽ കൂടെ ഞാൻ പറയാം, കരയുന്ന ദൈവവൈതലേ, പ്രാർത്ഥിക്കുന്ന ദൈവവൈതലേ, നിന്റെ ഭാരമേറിയ വിഷയത്തിൽ നിനക്ക് പ്രാർത്ഥിക്കാൻ കഴിയാതെ വരുമ്പോൾ നീ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത ചിലരെ നിനക്കായി പ്രാർത്ഥിക്കാൻ ദൈവം എഴുന്നേൽപ്പിക്കും. ഒന്ന് ശക്തിയോടെ കരമടിച്ചേ, വായം തുറന്നേ, അന്യഭാഷ ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തിക്കുക. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവം നമ്മളെ പിടിച്ചിരുത്താൻ ഇടവരുത്തരുത്. എല്ലാവരും ശ്രദ്ധിക്കണം. നിങ്ങളുടെ എല്ലാവരുടെയും പേരൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ, വീട്ടുപേരും അറിഞ്ഞുകൂടാ. പക്ഷെ പേരും വീട്ടുപേരും അവസ്ഥയൊക്കെ അറിയുന്ന കർത്താവ് ഇന്ന് ഇവിടെ വന്നിട്ടുണ്ട്. യിരെമ്യാ പറഞ്ഞു, നീ എന്നെ സമ്മതിച്ചു, ഞാൻ സമ്മതിച്ചു പോയി. ദൈവം തമ്പുരാൻ സമ്മതിപ്പിക്കാനിട വരരുത്. നേരത്തെ ഏൽപ്പിച്ചോണം, കരഞ്ഞോണം, പ്രാർത്ഥിച്ചോണം. ഒരു മനുഷ്യൻ ഇങ്ങനെ ഒരു നില കെട്ടിടത്തിന് മേളിൽ നിന്ന് പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതിൻ്റെ ടൂൾ ഒരെണ്ണം താഴെ വീണു. വേറെ അപ്പോൾ താഴെ കൂടെ പോയ ആരെങ്കിലും അതെടുത്ത് ഇങ്ങനെ മേളോട്ട് ഇട്ട് കൊടുത്താൽ മതി. അതുകൊണ്ട് ഈ താഴെ കൂടെ പോയ ആളുകളുടെ ശ്രദ്ധയെ ആകർഷിക്കാൻ ഈ മനുഷ്യൻ മേളിൽ നിന്ന് ചില കോയിനുകൾ താഴേക്ക് ഇട്ട് കൊടുത്തു. അപ്പോൾ ഈ താഴെ പണം വീണപ്പം പോയ ആൾ 4 വശവും നോക്കിയിട്ട് ആരും കാണുന്നില്ലെന്നറിഞ്ഞപ്പം ഇതൊരു കീശ ഇട്ടുകൊണ്ട് പോയി. ഒരാൾ പോയി അയാളുടെ മുമ്പിൽ ഇട്ട് കൊടുത്തു. പിന്നെ ഒരാൾ പോയി $10 ഇട്ട് കൊടുത്തു. അവനും അതെടുത്തുകൊണ്ട് പോയി. പക്ഷെ വേറൊരുത്തം പോയപ്പം അവൻ്റെ തലയിലോട്ട് ഒരു ചെറിയ കല്ലെടുത്തിട്ട് പാസ്റ്ററെ. കല്ല് വീണപ്പൻ മേളോട്ട് നോക്കി എവിടുന്ന വന്നെന്ന്. ഈ ഡോളറും പൗണ്ടും ഒക്കെ കിട്ടുമ്പോഴേ അതെല്ലാം എടുത്തുകൊണ്ടങ്ങ് പോയിട്ടേ പ്രാർത്ഥിക്കാൻ മെനക്കെടാതിരുന്നാൽ മേളോട്ട് നോക്കാൻ ദൈവം വഴി ഒരുക്കും. യാക്കോബിന്റെ ജീവിതത്തിൻ്റെ പ്രതിസന്ധി ദൈവത്തെ കാണാനായിരുന്നു, ദൈവവുമായി മുഖാമുഖം സംസാരിക്കാനായിരുന്നു. ഇന്ന് രാത്രി ഇവിടെ യങ്സ്റ്റേഴ്സ് ജീവിതയാത്ര ഉണ്ടാകുന്ന ഏകാന്തതകൾ, ഒറ്റപ്പെടുത്തലുകൾ ഇതിനെ തകർക്കാൻ വേണ്ടിയുള്ളവയല്ല, പുതിയ ദർശനം നൽകി വഴി നടത്താൻ വേണ്ടിയാണ്. ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ, പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ, ഭാരങ്ങൾ ഉണ്ടാകുമ്പോൾ എന്തുകൊണ്ട് എനിക്കിത് വന്നു എന്ന് ദൈവത്തെ ചോദ്യം ചെയ്യാതെ മുട്ടിന്മേൽ നിൽക്കുക, കരയുവാൻ തുടങ്ങുക, പ്രാർത്ഥിപ്പാൻ തുടങ്ങുക. മേലാൽ സംഭവിപ്പാനുള്ളത് ദൈവം നിന്നെ അറിയിക്കും. കഷ്ടതകളിൽ ദർശനമേറ്റുവാകുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നീ വേദനകളിൽ, പ്രതിസന്ധികളിൽ മുട്ടിന്മേൽ നിന്നാൽ നിന്റെ സഭയ്ക്കുള്ള ദൂത്, നിന്റെ കുടുംബത്തിനുള്ള ദൂത്, നിന്റെ ദേശത്തിനുള്ള ദൂത് ദൈവം നിന്നെ ഫലമേൽപ്പിക്കും. പ്രൈസ് ദി ലോർഡ്. എത്ര പേർക്ക് ശക്തിയോടെ ദൈവത്തെ സ്തുതിപ്പാൻ കഴിയും? കഷ്ടതകളിൽ ആ ദർശനം. പ്രൈസ് ദി ലോർഡ്. വേദനകളിൽ ആ ദർശനം, പ്രതിസന്ധികളിൽ ആ ദൂത്. യാക്കോവിനോട് ദൈവം സംസാരിക്കുകയാണ്. ദാവീദ് യാക്കോവിന്റെ ഏകാന്തതയിൽ അവൻ ദൈവത്തോട് സംസാരിക്കുകയാണ്. എന്നെ സഹായിക്കാൻ ആരുമില്ലെന്ന് അവന് തോന്നിയപ്പോൾ അവനെ സഹായിപ്പാൻ സന്നദ്ധരായി നിൽക്കുന്ന ദൂതസംഘത്തെ ദൈവം അവന് കാണിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അരുമെനിക്കില്ലെന്നോ ഞാൻ ഏകനായി കയ്യെന്നടിച്ചേ. ഓ അരുമേനിക്കില്ലെന്നോ ഞാൻ ഏകനായി തീർന്നുവെന്നോ മാനസത്തിൽ ആദി പൂണ്ടു ഖേദിപ്പാൻ സാധു അന്ധനായി തീർന്നിടല്ലേ ദൈവമേ. സാധു അന്ധനായി തീർന്നിടല്ലേ. എന്റെ നിത്യ സ്നേഹിതന്മാർ ദൈവദൂതർ സംഗമത്രേ. എന്റെ നിത്യ സ്നേഹിതന്മാർ ദൈവദൂതർ സംഗമത്രേ. ഇപ്പോഴവർ ദൈവ മുമ്പിൽ സേവയാം. എന്നെ കാവൽ ചെയ്തു ശുശ്രൂഷിപ്പാൻ വന്നിടും. എന്നെ കാവൽ ചെയ്തു. ആരും എനിക്കില്ലെന്ന് തോന്നിയപ്പോൾ അവനെ സംരക്ഷിപ്പാൻ സന്നദ്ധരായി നിൽക്കുന്ന ദൂതസംഘത്തെ കാണുന്നു. എന്നെ ശ്രദ്ധിക്കൂ. യാക്കോവിന്റെ പ്രതിസന്ധി വേളയിൽ
അവനെ സഹായിക്കാൻ അവൻ്റെ അപ്പന് കഴിയില്ല, അവൻ്റെ അമ്മയ്ക്ക് കഴിയില്ല. അവൻ്റെ ജ്യേഷ്ഠൻ ഇപ്പോൾ അവൻ്റെ ശത്രു ആണേലും ഇപ്പോൾ സഹായിക്കാമെന്ന് വിചാരിച്ചാൽ നടക്കില്ല. എല്ലാവരും എന്നെ ശ്രദ്ധിക്കണം സുഹൃത്തുക്കളെ. ജോലി ഉണ്ടായിരിക്കാം, പൗണ്ട് ഉണ്ടായിരിക്കാം, പക്ഷേ നമ്മുടെ പൗണ്ടിനും നമ്മുടെ സ്ഥാനത്തിനും ഒന്നും നമ്മെ വിടിവിപ്പാൻ കഴിയാത്ത ഒരു രംഗത്ത് നമ്മളെത്തും. അവിടെ നമ്മളെ സഹായിപ്പാൻ ഇറങ്ങി വരുന്നൊരു കരമുണ്ട്. അതാണ് യാക്കോവിൻ്റെ വല്ലഭത്വമുള്ള ഭുജം. എപ്പോഴും നമ്മളിതൊക്കെ ഓർത്തോണം. ആർക്കും സഹായിപ്പാൻ കഴിയാത്തിടങ്ങളിൽ ഇറങ്ങി വന്ന് വിടുവിക്കുന്ന കരമാണ് നമ്മുടെ കർത്താവിൻ്റെ കരം. ഒന്ന് ശക്തിയോട് കൈ ഉയർത്തി വാ തുറന്ന് സ്തോത്രം എന്ന് പറഞ്ഞു. എല്ലാവരും നന്നായ കൈ ഒന്നടിച്ച് ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചേ. ഞാൻ എപ്പോഴും പറയും, കൈ ഒന്ന് പൊക്കാൻ കഴിഞ്ഞാൽ കൃപയാ, കൈ അടിക്കാൻ കഴിഞ്ഞാൽ കൃപയാ, വാ തുറക്കാൻ കഴിഞ്ഞാൽ കൃപയാ, തുറന്ന വാ അടയ്ക്കാൻ കഴിഞ്ഞാൽ കൃപയാ. ഹല്ലേലൂയ. 40 വർഷം സൗദി അറേബ്യ ജോലി ചെയ്തൊരു അച്ഛൻ എനിക്കറിയാം. ഇവിടെ ചിലർക്ക് അറിയാം, അദ്ദേഹത്തിന്റെ പേര് കേട്ടറിയും. സൗദി അരങ്കോ കമ്പനി ജോലിയാണ്. അദ്ദേഹത്തിന് 3 മക്കളും ഉന്നത ഉദ്യോഗസ്ഥരാണ്. അദ്ദേഹത്തിന്റെ വൈഫ് ഹൈസ്കൂൾ അധ്യാപികയാണ്. രാവിലെ സ്കൂളിലോട്ട് പോകാൻ ബസ് കാത്ത് ജംഗ്ഷനിൽ നിൽക്കുമ്പം പാറ കയറ്റി വന്ന ഒരു ലോറിയ ഭിത്തിയോട് ചേർത്ത് വെച്ച് അമ്മക്ക് ഇട്ടിട്ട് പോയി. 4 അദ്ദേഹപ്പെട്ട കാലൊടിഞ്ഞു, ബോധമുണ്ടായിരുന്നു. വാരി ആരാണ്ടെടുത്തിട്ട് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ആ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ അവർ കിടന്നിങ്ങനെ കിടുകിടുത്ത് കിടക്കുക. അപ്പോൾ അവർ പറഞ്ഞു കേൾക്കണോ, 40 വർഷം സൗദി അരംകോയിൽ ജോലി ചെയ്ത ഭർത്താവ് കൊണ്ടുവന്ന പേർഷ്യൻ പരവതാനികൾ അട്ടി അടുക്കി അലമാരിൽ വെച്ചിട്ടുണ്ട്. മക്കള് കൊണ്ടുവന്ന ബെഡ്ഷീറ്റ് ഇഷ്ടം പോലുണ്ട്. പക്ഷെ കോഴഞ്ചേരി ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ആ കട്ടിൽ കിടന്നവരിങ്ങനെ വിറയ്ക്കുമ്പോൾ തൊട്ടപ്പുറത്ത് ഒരു ഉമ്മാച്ചി, ഒരു മുസ്ലിം സ്ത്രീ തോളയിലിട്ടിരുന്ന മുറുക്കാൻ മുറുക്കിയ ആ തോർത്തെടുത്ത് തോളയെ നീങ്ങിനിട്ട് കൊടുത്തു. ആ പകൽ അവരുടെ തണുപ്പ് മാറ്റിയത് പാസ്റ്ററെ ആ തോർത്ത. ഒന്ന് കണ്ടും അഹങ്കരിക്കരുത്, ഒന്ന് കണ്ടും നിഗളിക്കരുത്. നാം ആകുന്ന ദൈവത്തിന്റെ കൃപയാലൊന്നും മറക്കരുത്. ഒരു നിമിഷം മതിയെല്ലാം പോവാൻ, ഒറ്റ നിമിഷം മതി. കർത്താവിനുള്ള ആശ്രയം വിടരുത്. നമ്മൾ വായിച്ചെങ്ങനെയാണ്, അതിന്റെ മീതെ നിന്ന് വായിച്ചാട്ടെ. എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടാണ്. അതിന്റെ മീതെ നിന്ന് അവനോട് ചെയ്തു. യാക്കോബിന് സ്വർഗത്തിലെ ദൈവം അവനെ തന്നെ പരിചയപ്പെടുത്തുകയാണ്. എന്നെ ശ്രദ്ധിച്ചാട്ട് എന്താ പറഞ്ഞ വായിച്ചോ. ഞാൻ നിന്റെ പിതാവായ അബ്രഹാമിന്റെ ദൈവവും, ഇതിനകത്തിട്ട് ഞാൻ നിന്റെ പിതാവായ അബ്രഹാമിന്റെ ദൈവവും ഇസ്ഹാക്കിന്റെ ദൈവമായ യാക്കോബിന്റെ ദൈവം തമ്പുരാൻ അറിഞ്ഞുകൂടാ. തമ്പുരാൻ പരിചയപ്പെടുത്തുക, മോനെ യാക്കോബേ നിനക്കെന്നെ അറിഞ്ഞുകൂടാ. ഞാൻ ആരാണെന്ന് നിനക്കറിയാമോ? ഞാൻ നിന്റെ വല്യപ്പച്ചന്റെ ദൈവമാണ്, ഞാൻ നിന്റെ അപ്പന്റെ ദൈവമാണ്, ഞാൻ നിന്റെയും ദൈവമാണ്. ഓ ഹല്ലേലൂയ. യാക്കോബേ നിനക്കെന്നെ അറിഞ്ഞുകൂടാ. ഒന്നുമില്ലായ്മയിൽ നിന്ന്, കൽദയ പട്ടണം അഗൂരിൽ നിന്ന് നിന്റെ വല്യപ്പച്ചനെ വിളിച്ചിറക്കിയവനാണ് ഞാൻ. അവന് വേണ്ടതെല്ലാം നൽകി ആദരിച്ച ദൈവമാണ്. ഞാൻ നിന്റെയും ദൈവമാണ്. യാക്കോബേ നിനക്കെന്നെ അറിഞ്ഞുകൂടാ. മോറിയായുടെ ഉന്നതിയിൽ കൈകാലുകൾ ബന്ധിക്കപ്പെട്ട അവസ്ഥയിൽ, ഒരു യാഗവസ്തുവായി മാറേണ്ട അവസ്ഥയിൽ നിന്റെ അപ്പനായ ഇസ്ഹാക്കിന് വേണ്ടി ഇറങ്ങി വന്ന് പ്രവർത്തിച്ചവന് ഞാൻ നിന്റെയും ദൈവമാണ്. ഓ, 3 തലമുറകളായി ദൈവയുടെ ദൈവം. മനസ്സിലാകുന്നുണ്ടോ വല്ലതും പറയുന്നേ? വല്യപ്പച്ചൻ്റെ ദൈവം, അപ്പച്ചൻ്റെ ദൈവം, എൻ്റെ ദൈവം. ദാസൻ പറഞ്ഞില്ല, എനിക്കറിയില്ല, ദൈവാത്മാ ഇവിടെ കൂടെ പോയാൽ അവിടോട്ട് കൊണ്ടുവരുന്നേ. 3 തലമുറകളായി ദൈവം എൻ്റെ ദൈവം. ഒരു വാക്യം കൂടെ എടുത്തു വായിച്ചിട്ടിലേക്ക് വരാം. 2 തിമോത്തിയോസ് ചാപ്റ്റർ 1:5. 2 തിമോത്തിയോസ് 1:5 വായിക്കാരാ വായിക്കുന്നത്? 2 തിമോത്തിയോസ് 1:5. ആ വിശ്വാസം ആദ്യം നിന്റെ വലിയമ്മ ലോവീസിലും അമ്മ യുനീക്കിലും ഉണ്ടായിരുന്നു, നിന്നിലുമുണ്ടെന്ന് ഞാൻ ഉറയ്ക്കുന്നു. അതുകൊണ്ട് തിമോത്തിയോസിന്റെ അപ്പൻ യവനനാണ്, അമ്മ യഹൂദസ്ത്രീയാണ്.
മുമ്പേ പറഞ്ഞപ്പം പറഞ്ഞു വല്യപ്പച്ചന്റെ ദൈവം, അപ്പന്റെ ദൈവം, നിന്റെ ദൈവം. ഇവിടെ പറഞ്ഞപ്പോൾ പറഞ്ഞു, മോനെ തിമോത്തിയോസേ, നിന്റെ വല്യമ്മച്ചി എനിക്കറിയാം. ആ വല്യമ്മച്ചി കൃപയുള്ളവളായിരുന്നു. നിന്റെ മമ്മി എനിക്കറിയാം, അവൾ കൃപയുള്ളവളായിരുന്നു. ആ കൃപ ഞാൻ നിന്നിലും കാണുന്നു. ഒന്നുകൂടെ പറയാം, എൻ്റെ വല്യപ്പയുടെ ദൈവം, എൻ്റെ പപ്പയുടെ ദൈവം, എൻ്റെ ദൈവം. എൻ്റെ വല്യമ്മച്ചിയിൽ വ്യാപരിച്ച ദൈവശക്തി, എൻ്റെ മമ്മിയിൽ വ്യാപരിക്കുന്ന ദൈവശക്തി എന്നിലും വ്യാപരിക്കുന്നു. വായും തുറന്നില്ല, ശബ്ദവും കേൾക്കുന്നില്ല. വല്ലതും മനസ്സിലാകുന്നുണ്ടോ പറയുന്നേ? വല്ലതും മനസ്സിലാകുന്നുണ്ടോ? ഒരു 15 വർഷം കഴിഞ്ഞ്, ഒരു 10 വർഷം കഴിഞ്ഞ് ഈ ഇരിക്കുന്ന കുഞ്ഞുങ്ങൾ ഇത് പറഞ്ഞാൽ നിന്റെ UK രക്ഷപ്പെട്ടു, നിന്റെ കാനഡ രക്ഷപ്പെട്ടു, നിന്റെ ന്യൂയോർക്ക് രക്ഷപ്പെട്ടു. 10 വർഷം കഴിഞ്ഞ് നിന്റെ തലമുറ പറയണം, എൻ്റെ വല്യപ്പച്ചൻ്റെ ദൈവം, എൻ്റെ പപ്പയുടെ ദൈവം, എൻ്റെ ദൈവം. പ്രൈസ് ദി ലോർഡ്. എൻ്റെ വല്യമമ്മിയുടെ ദൈവം, എൻ്റെ മമ്മിയുടെ ദൈവം, എൻ്റെ ദൈവം. അത് പറഞ്ഞാൽ ദൈവം നിന്നെ അനുഗ്രഹിച്ചതിൻ്റെ തെളിവാ. ഞാൻ എത്ര കല്യാണത്തിനും ചവടക്കിനും ഒക്കെ പറയാറുണ്ട്, ദൈവം നിന്നെ അനുഗ്രഹിച്ചതിൻ്റെ തെളിവ് നിന്റെ കെട്ടിടത്തിന്റെ വലിപ്പമല്ല, നിന്റെ കാറിന്റെ വിലയല്ല, നിന്റെ ബാങ്ക്. അങ്ങനെ ആരെങ്കിലുമൊക്കെ ഒന്ന് പ്രസംഗിച്ചെങ്കിൽ ചുമ്മാ തുള്ളിയിട്ട് പൈസയും കൊടുത്ത് വിടരുത്. അതൊന്നും അല്ല. ദൈവം നിന്നെ അനുഗ്രഹിച്ചതിന്റെ തെളിവ് നീ സേവിക്കുന്ന ദൈവത്തെ നിന്റെ തലമുറ സേവിക്കുന്നതാണ്. നീ എടുത്ത വിശുദ്ധ വേദപുസ്തകം നിന്റെ സന്താനം എടുക്കുന്നതാണ്. ദൈവം നമുക്ക് നൽകിയ ഭൗതിക ധനം നമ്മുടെ തലമുറയെ നരകത്തിലെത്തിച്ചാൽ അത് അനുഗ്രഹമല്ല, ശാപമാണ്. എന്തുകൊണ്ട് ഞാൻ ഇത്ര കർക്കശമായി പറയുന്നു? പട്ടിണി കൊണ്ട് അധികമാരും ദൈവ റൂട്ട് പോയിട്ടില്ല. കഷ്ടത കൊണ്ട് അധികമാരും കർത്താവിനെ ഉപേക്ഷിച്ചില്ല. എന്നാൽ സകലത്തിൻ്റെയും സമൃദ്ധി ഹേതുവായി പലരും ദൈവത്തെ ഉപേക്ഷിച്ചു. എല്ലാത്തിൻ്റെയും സമൃദ്ധിയുടെ നടുവിൽ കരഞ്ഞോണം ദൈവത്തിൽ നിൽക്കുമ്പോൾ, ഇതാ ഞാനും എനിക്ക് തന്ന കുഞ്ഞുങ്ങളെന്നും പറഞ്ഞ് ദൈവത്തിൽ നിൽക്കണം. എത്ര പേർക്ക് ശക്തിയോടെ സ്വതന്ത്രം പറയാൻ കഴിയും? ദൈവത്തിന്റെ ദാസനായ ദാവീദ് മരിക്കാൻ നേരം പറയുന്നൊരു പദമുണ്ട്, 1 ദിനവൃത്താന്തം പുസ്തകം 28:9. അത് വായിക്കുമ്പോഴൊക്കെ ഞാൻ കരയും. Chronicles chapter 28 verse 9. നീയോ എന്റെ മകനെ, കണ്ടോ പറഞ്ഞു കേട്ടോ, നോക്കിയാൽ നീയോ എന്റെ മകനെ, എന്റെ മകനെ, ശലോമോനെ, ശലോമോനെ, നിന്റെ അപ്പന്റെ ദൈവത്തെ അറിയുക. അപ്പന്റെ ദൈവത്തെ അറിയുക. കണ്ടോ, ഈ അപ്പന്റെ ദൈവത്തെ അറിയാൻ അപ്പനോട് മകനോട് പറയണേ, അപ്പൻ ദൈവത്തെ അറിഞ്ഞവനായിരിക്കണം. മകനെ തിമോത്തിയോസേ, ആ വിശ്വാസം നിന്റെ വലിയമ്മ ലോബീസിലും നിന്റെ അമ്മ യുനിക്കയിലും ഉണ്ടായിരുന്നു. വല്യമ്മച്ചി കൃപയുള്ളവളായിരുന്നു, അമ്മ കൃപയുള്ളവളായിരുന്നു, നിന്റെ പേരും കൃപയുണ്ട്. ഞാൻ വളരെ വർഷങ്ങളായി, ഒരു പക്ഷേ നിങ്ങൾ കാണും, ഇപ്പൊ ഇത് പ്രസംഗം നിന്നല്ലെങ്കിലും പല യോഗത്തിന് ഞാൻ പറഞ്ഞു. എന്തുകൊണ്ടോ എനിക്ക് ഈ തലമുറയുള്ള കൺസേൺ കർത്താവ് തരുന്നതുകൊണ്ടാണ്. യശയാപ്രവചനം ഒന്ന് എടുത്തേ, എല്ലാവരും തുറന്നേ, ബൈബിളും തുറന്നേ, ബൈബിൾ കൊണ്ടുവന്നെല്ലാം തുറന്നേ. യശയാപ്രവചനം 59 അധ്യായം, ഞാൻ ഈ വിഷയത്തേക്ക് വന്ന് നിർത്താം. 59 അധ്യായം 21 വാക്യം. യശയാ ചാപ്റ്റർ 59 verse 21. ഒരിക്കലെങ്കിലും ഒരു സ്ഥലത്ത് ഞാൻ പ്രസംഗിക്കാൻ പോയാൽ ഇത് പറയാതെ പോകില്ല. ഒരാൾ വായിക്കുക, ആ വായിച്ചുകൊണ്ടിരിക്കുന്ന ആൾ വായിച്ചോ, ബാക്കി പേന കൊണ്ടുവന്നെങ്കിൽ എല്ലാവരും ഈ വാക്യത്തിന്റെ അടിയിൽ വരയ്ക്കണം. പേന കൊണ്ടുവന്നില്ലേ, വീട്ടിൽ പോയി വരയ്ക്കണം. എന്നിട്ട് ഇത് വായിച്ച് ആദ്യം കേൾക്കണം. അതിനുശേഷം ഇന്ന് മുതൽ രാവിലെയും വൈകിട്ടും ഇത് കൈവെക്കണം. വായിച്ചോ സഹോദര. ഞാൻ അവരോട് ചെയ്തിരിക്കുന്ന നിയമമോ ഇതാകുന്നു എന്ന് യഹോവ അരുളി ചെയ്യുന്നു. നിന്റെ മേലുള്ള എന്റെ ആത്മാവും നിന്റെ വായിൽ ഞാൻ തന്ന എന്റെ വചനങ്ങളും നിന്റെ വായിൽ നിന്നും നിന്റെ സന്തതിയുടെ വായിൽ നിന്നും ഇന്നു മുതൽ ഒരു നാളും വിട്ടുപോകയില്ലെന്ന് യഹോവ അരുളി ചെയ്യുന്നു. ഞാനോട് ഇത് വാഗ്ദത്തം കോടിക്കണക്കിന് രൂപ തരാമെന്നൊന്നും അല്ല, കിട്ടുമെങ്കിൽ വാങ്ങിച്ചോ. മാറി വലിയ ബിൽഡിങ് തരാമെന്നോ, ഏറ്റവും വില കൂടിയ കാർ, അതൊക്കെ കിട്ടുമെങ്കിൽ വാങ്ങിച്ചോ, ഒന്നുമല്ല പ്രശ്നം. എന്താ ഞാനിവിടെ ഇത് വാഗ്ദത്തം? നിന്റെ മേലുള്ള എന്റെ ആത്മാവും നിന്റെ വായിൽ ഞാൻ തന്ന വചനവും നിന്റെ വായിൽ നിന്നും നിന്റെ സന്തതിയുടെ വായിൽ നിന്നും നിന്റെ സന്തതിയുടെ വായിൽ നിന്നും ഇന്നു മുതൽ ഒരു നാളും വിട്ടുമാറില്ലെന്ന് യഹോവ അരുളി ചെയ്യുന്നു.
ഈ വാക്യത്തിൽ വരച്ചില്ലേ വരച്ചോണം, ഇംഗ്ലീഷിലോ മലയാളത്തിലോ. എന്നിട്ട് എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും പ്രാർത്ഥിക്കുമ്പോൾ നീ കൈവച്ച് കരഞ്ഞ് ദൈവത്തോട് പറയണം, കർത്താവേ, എൻ്റെ മേലുള്ള നിന്റെ ആത്മാവും എൻ്റെ വായിൽ നീ തന്ന വചനവും എൻ്റെ വായിൽ നിന്നും, എൻ്റെ സന്തതിയുടെ വായിൽ നിന്നും, എൻ്റെ സന്തതിയുടെ വായിൽ നിന്നും ഇന്നു മുതൽ ഒരു നാളും വിട്ടുമാറരുത്. കൈയടിച്ച് വാ തുറന്ന ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചോട്. വാ തുറക്കുന്ന രാത്രി ഞാൻ പറയട്ടെ, എൻ്റെ മേലുള്ള നിന്റെ ആത്മാവും എൻ്റെ വായിൽ നീ തന്ന വചനവും എൻ്റെ വായിൽ നിന്നും, എൻ്റെ സന്തതിയുടെ വായിൽ നിന്നും, എൻ്റെ സന്തതിയുടെ വായിൽ നിന്നും വിട്ടുമാറരുതെന്ന് നീ പ്രാർത്ഥിക്കണമെങ്കിൽ ആദ്യം നിന്റെ മേൽ ദൈവത്തിന്റെ ആത്മാവ് ഉണ്ടായിരിക്കണം. നിന്റെ വായിൽ ദൈവത്തിന്റെ വചനം ഉണ്ടായിരിക്കണം. നിന്റെ മേൽ ആത്മാവില്ലാതെ നീ എങ്ങനെ പ്രാർത്ഥിക്കുന്നത്? സന്തതിയുടെ മേൽ ആത്മാവ് വരാൻ തുറന്നേ കൈയടിച്ച് ശക്തിയോടെ അന്യഭാഷ ദൈവത്തെ സൂക്ഷിച്ചുകൊണ്ട് പറ, കർത്താവേ, എന്റെ മേലുള്ള നിന്റെ ആത്മാവും എന്റെ വായിൽ നീ തന്ന വചനവും എന്റെ വായിൽ നിന്നും, എന്റെ സന്തതിയുടെ വായിൽ നിന്നും, എന്റെ സന്തതിയുടെ വായിൽ നിന്നും ഒരു നാളും വിട്ടുമാറരുത്. എല്ലാവരും അല്പസമയം ശക്തിയോടെ ദൈവത്തെ ആരാധിച്ചാട്. വിശ്വസിക്കുന്നീ 3 തലമുറകളെ അവർ കൃപയിലാണ്. വലിയപ്പച്ചന്റെ ദൈവം, അപ്പച്ചന്റെ ദൈവം. ഈ ഔട്ട് ക്ലിയർ ആണല്ല, കുറച്ചുകൂടി നല്ലായി വേണം. എനിക്ക് തോന്നുന്നു മേളിൽ ഇരിക്കുന്നുണ്ടാണ് തോന്നുന്നത്. കുറച്ചുകൂടെ മോനെ ഔട്ട് നല്ലോട്ട് വെച്ചേ. അവിടെ ഇറങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി, എൻ്റെ മേലുള്ള നിന്റെ ആത്മാവും എൻ്റെ വായിൽ നീ തന്ന വചനവും എൻ്റെ വായിൽ നിന്നും, എൻ്റെ സന്തതിയുടെ വായിൽ നിന്നും, എൻ്റെ സന്തതിയുടെ വായിൽ ഒരു നാൾ വിട്ടുമാറുന്നത്. 3 കാലഘട്ടങ്ങളായി കൃപയിലാണ്. വലിയപ്പച്ചൻ്റെ ദൈവം, അപ്പച്ചൻ്റെ ദൈവം. ദൈവമക്കളെ, അതിനായി പ്രാർത്ഥിച്ചോണം. നമ്മുടെ തലമുറ നമുക്ക് ശേഷം ഈ പുസ്തകം എടുത്തുവിടെ നിൽക്കണം. നിങ്ങളെല്ലാം പ്രാർത്ഥിച്ച പോലെ ഈ തലമുറയെ മടക്കി വരുത്താൻ ദൈവീയ അഭിഷേകം നമ്മുടെ സന്താനത്തിൽ വ്യാപരിക്കണം. അപ്പന്മാരുടെ ഹൃദയം മക്കളിലേക്കും, മക്കളുടെ ഹൃദയം അപ്പന്മാരിലേക്കും നിരപ്പിക്കും. യോഹന്നാനെ കുറിച്ച് പറയുന്ന പോലെ നിങ്ങൾ പ്രാർത്ഥിച്ചു കൊള്ളുക. ഇവിടെ നഷ്ടപ്പെട്ട ദൈവമഹത്വം ഈ രാജ്യത്തും മടക്കി വരുത്താൻ നിന്റെ തലമുറയെ അഭിഷേകത്തോടും ശക്തിയോടും ദൈവം എഴുന്നേൽപ്പിക്കാനായി പ്രാർത്ഥിച്ചോണം. എന്നവിടെ ശക്തിയോട് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് പറ, എന്റെ തലമുറ നഷ്ടപ്പെട്ട മഹത്വം മടക്കിക്കൊണ്ടുവരും. പ്രൈസ് ദി ലോർഡ്. സ്വർഗ്ഗത്തിലെ ദൈവം യാക്കോബിനോട് സംസാരിക്കുന്നു. ജേക്കബ്സ് കവനന്റ് എന്നാണ് ഇരിക്കുന്നത്. ദൈവവും യാക്കോവുമായി ചില ഉടമ്പടികളിൽ ഒപ്പുവെക്കുകയാണ്. എന്താണ് ഉടമ്പടികൾ? വായിച്ചാട്ട് അതിന് മീതെ നിന്ന് യഹോവ അവനോട് അരുളി ചെയ്തത് വായിക്കാം. ഞാൻ നിന്റെ പിതാവായ അബ്രഹാമിന്റെ ദൈവവും, ഞാൻ നിന്റെ പിതാവ് വായിച്ചു സഹാക്കിന്റെ ദൈവമായ യഹോവയാകുന്നു. നീ കിടക്കുന്ന ഭൂമിയെ ഞാൻ നിനക്കും നിന്റെ സന്തതിക്കും തരും. നിന്റെ സന്തതി ഭൂമിയിലെ പൊടി പോലെ ആകും. ഞാൻ പടിഞ്ഞാറോട്ടും കിഴക്കോട്ടും വടക്കോട്ടും നീ പടിഞ്ഞാറോട്ടും കിഴക്കോട്ടും വടക്കോട്ടും തെക്കോട്ടും പരക്കും. നീ മുഖാന്തരവും നിന്റെ സന്തതി മുഖാന്തരവും ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. ഇതാ ഞാൻ നിന്നോട് കൂടെയുണ്ട്. നീ പോകുന്നിടത്തൊക്കെയും നിന്നെ കാത്ത് ഈ രാജ്യത്തേക്ക് നിന്നെ മടക്കിക്കൊണ്ടു വരുത്തും. ദൈവം യാക്കോവുമായി ചെയ്ത ഉടമ്പടികളാണ്, കവനന്റാണ്. ഒന്നാമത് പറഞ്ഞു, ഞാൻ നിന്നെ അനുഗ്രഹിക്കും. നീ മുഖാന്തരം സകല ജാതികൾ അനുഗ്രഹിക്കപ്പെടും. നീ കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും തെക്കോട്ടും പരക്കും. 4 കാര്യങ്ങൾ. ഒന്ന് ഡിവൈൻ ബ്ലെസ്സിങ്, ദൈവീയ അനുഗ്രഹം. ഞാൻ നിന്നെ അനുഗ്രഹിക്കും. ഒന്ന് പറഞ്ഞാട്ട് ഡിവൈൻ ബ്ലെസ്സിങ്, പറഞ്ഞാട്ട് ദൈവിക അനുഗ്രഹം. ഉറക്കെ പറ, ദൈവിക അനുഗ്രഹം. ഞാൻ നിന്നെ അനുഗ്രഹിക്കും. 2 ഡിവൈൻ പ്രസൻസ്, പറഞ്ഞാട്ട് ദൈവത്തിന്റെ സാന്നിധ്യം. ഞാൻ നിന്നോടുകൂടി ഇരിക്കും. 3 ഞാൻ നിന്നെ സൂക്ഷിക്കും. ഡിവൈൻ പ്രൊട്ടക്ഷൻ, ദൈവിക സംരക്ഷണം. 4 ഡിവൈൻ പ്രോമിസ്, ഞാൻ നിന്നെ കൈവിടാതെ കാക്കും. നിന്നോട് പറഞ്ഞതെല്ലാം നിവർത്തിക്കും. ഒന്ന് ആവർത്തിച്ചേ. 1 ഡിവൈൻ ബ്ലെസ്സിങ്, പറഞ്ഞിട്ട് ദൈവിക അനുഗ്രഹം. 2 ഡിവൈൻ പ്രസൻസ്, ദൈവത്തിന്റെ സാന്നിധ്യം. 3 ഡിവൈൻ പ്രൊട്ടക്ഷൻ, ദൈവിക സംരക്ഷണം. 4 ഡിവൈൻ പ്രോമിസ്. നീ ഒരു ദൈവവൈതലാണ്. ഇത് 4 നിനക്ക് അവകാശമാണ്. ദൈവത്തിന്റെ അനുഗ്രഹം. ഇന്ന് രാത്രി പറ, ഞാൻ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. ദൈവം തമ്പുരാൻ പറഞ്ഞു, ഞാൻ നിന്നെ അനുഗ്രഹിക്കും. എന്താ ഡിവൈൻ ബ്ലെസ്സിങ്, ദൈവീയ അനുഗ്രഹം? എന്നാ നീ കിടക്കുന്നിടത്ത് 5 സെന്റ് സ്ഥലം ഞാൻ കുടിയടപ്പായി തരുമെന്നല്ല പറഞ്ഞത്. കിഴക്കോട്ട് നോക്ക്, പടിഞ്ഞാറ് നോട്ട് നോക്ക്, തെക്കോട്ട് നോക്ക്, വടക്കോട്ട് നോക്ക്, ഞാൻ നിനക്ക് തരും. ഈ ദൈവത്തിന്റെ അനുഗ്രഹം മനുഷ്യ അനുഗ്രഹം പോലല്ല. ദൈവം തന്നാൽ മനുഷ്യൻ തരുന്ന പോലല്ല. മനുഷ്യൻ പൊക്കുന്നു ഉയർത്തുന്നതും ദൈവം ഉയർത്തുന്ന തമ്മിൽ വ്യത്യാസമുണ്ട്. മനുഷ്യൻ ഉയർത്തുന്ന ക്രെയിൻ കൊണ്ട് പൊക്കുന്ന പോലെ ആകാശത്തോളം ഉയർത്തും, അടുത്ത നിമിഷം താഴെയിടും. എത്ര പൊക്കുമോ ആ പൊക്കത്തിന് താഴെയിടും. മനുഷ്യൻ പൊക്കുമ്പോൾ ഓർത്തോണം താഴെയിടാൻ പോവാന്ന്.
എന്നാൽ എൻ്റെ ദൈവം നിന്നെ ഉയർത്താൻ തുടങ്ങിയ ഒരു സ്ഥാനത്താകാതെ അവൻ കൈവലിക്കില്ല. സ്തോത്രം, സ്തോത്രം. ദൈവം തമ്പുരാൻ നമ്മെ ഉയർത്താൻ തുടങ്ങിയാൽ, ദൈവം നമ്മെ ആദരിക്കാൻ തുടങ്ങിയാൽ, മനുഷ്യർ കണ്ട് അത്ഭുതം കൂറുമാർ, മനുഷ്യർ കണ്ട് അതിശയിക്കുമാർ ഉയർത്തും. അത് മാത്രമല്ല, ദൈവത്തോട് നീ എന്തെങ്കിലും ചോദിച്ചാൽ മതിയെന്നു പറയുന്നിടം വരെ തരാൻ അവൻ്റെ പക്കലുണ്ട്. സ്തോത്ര ശക്തിയോട് പറഞ്ഞില്ല. എന്ത് ചോദിച്ചാലും അതിന് തെളിവല്ലേ ഇത്? ആത്മാക്കളെ ചോദിച്ചാലും അങ്ങനെ, ആത്മാവിനെ ചോദിച്ചാലും അങ്ങനെ. ഇപ്പം ഡി.എൽ. മൂഡിയുടെ ഒരു പുസ്തകത്തിൽ പവർ ഫ്രം ഹൈ എന്നൊരു ഉയരത്തിലെ ശക്തി എന്നൊരു പുസ്തകമുണ്ട് ഡി.എൽ. മൂഡിയുടെ. ഇപ്പോൾ ഡി.എൽ. മൂഡി അഭിഷേകം പ്രാപിച്ചതിനെ കുറിച്ചാണ്. അദ്ദേഹം ഒരിക്കൽ ഒത്തിരി നാൾ പഠിച്ച ശേഷം ഇങ്ങനെ അഭിഷേകം സത്യമാണെന്ന് മനസ്സിലായപ്പോൾ അദ്ദേഹം ഒരിക്കലും റോഡിലൂടെ പോകുമ്പോൾ ദൈവത്തോട് പ്രാർത്ഥിച്ചെന്ന് പറഞ്ഞു, കർത്താവേ, ഇത് സത്യമാണെങ്കിൽ എനിക്ക് അഭിഷേകം വേണം, ശക്തീകരിക്കണം, എന്നെ നിൻ്റെ ആത്മാവിനാൽ നിറയ്ക്കണം. ഡി.എൽ. മൂഡി റോഡിലൂടെ പോയി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന അദ്ദേഹം ഭക്തനായതുകൊണ്ട് ദൈവം കേട്ടു. ഡി.എൽ. മൂഡി അന്യഭാഷ പറഞ്ഞ് റോഡിലൂടെ നടക്കാൻ തുടങ്ങി. ഡി.എൽ. മൂഡി പറയും, കർത്താവ് ഇപ്പം വേണ്ട, ഇപ്പം വേണ്ട, വല്ലവരും കണ്ടാൽ പറയുന്നുണ്ട് ഡി.എൽ. മൂഡി വെള്ളം അടിച്ച് കയറി റോഡിലൂടെ നടക്കുന്നു, നമ്മൾ കുറച്ച് കഴിഞ്ഞ് മതി എന്ന് പറഞ്ഞു. ആ പ്രാർത്ഥന ദൈവം കേട്ടു. കുറച്ച് മുമ്പോട്ട് പോയപ്പോൾ ഒരു സ്നേഹിതൻ്റെ വീട് കണ്ടു. അദ്ദേഹം മുട്ടി വിളിച്ചു, കഥ തുറന്നു കൊടുത്തു. എന്നാ വേണമെന്ന് ചോദിച്ചു. എനിക്ക് പ്രാർത്ഥിക്കാൻ മുറി വേണമെന്ന് പറഞ്ഞു. ഡി.എൽ. മൂഡി ആ മുറിക്കകത്തോട്ട് എന്ന് മുട്ടി കുൺമയിൽ നിന്നിട്ട് കൈ സ്വർഗത്തിലേക്ക് വിളിച്ചിട്ട് പറഞ്ഞു, കർത്താവേ, ഡി.എൽ. മൂഡി എന്ന മൺപാത്രം ഇതാ ഇവിടെ ഇരിക്കുന്നു, നിന്റെ അത്യന്ത ശക്തി മതിയാകോടെ മൺകൂടാരത്തിൽ പകരണം. ഡി.എൽ. മൂഡി പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ഇടിമിന്നൽ കണക്ക് ദൈവശക്തി വ്യാപരിച്ചു. കാറ്റ് നിറച്ച റബ്ബർ പന്ത് പോലെ ഡി.എൽ. മൂഡി ആ റൂമിൽ നൃത്തം ചെയ്യുവാൻ തുടങ്ങി. രാവിലെ ആരംഭിച്ച ആത്മീയ നൃത്തം വൈകുന്നേരം വരെ നീണ്ടു. വൈകുന്നേരമായപ്പോൾ ഡി.എൽ. മൂഡി വിളിച്ചു കൂവി, മതി കർത്താവേ, മതി, ഇത് മൺകൂടാരമാ, ഇനിയും പകർന്നാൽ പൊടിഞ്ഞു പോകും. നീ കർത്താവിനോട് ഇന്ന് രാത്രി ചോദിച്ചാൽ, ഓ ഷാറോനി അംബുന, മതിയെന്ന് പറയുന്നിടത്ത് തരാൻ കർത്താവിൻ്റെ പക്കലുണ്ട്. അതിനൊരു അടുത്ത ആഴ്ചയൊക്കൊന്നും കാത്തിരിക്കണ്ട. ഇന്ന് രാത്രി കർത്താവേ, നീ ആത്മാവിനെ ചോദിച്ചാൽ എത്രയധികം. കൈയടിച്ച് വാ തുറന്ന് സ്തോത്രം പറഞ്ഞ് യേശുവിൻ്റെ നാമത്തിൽ പറ, എൻ്റെ മേൽ നിന്റെ അഭിഷേകം, നിന്റെ തലമുറയുടെ മേൽ നിന്റെ അഭിഷേകം വരണം, ഇന്ന് രാത്രി നിന്റെ ആത്മാവിനാൽ നിറയ്ക്കണമെന്ന് യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. വാഗ്ദത്തം നമുക്കുള്ളതാണ്, നമ്മുടെ സന്തതിക്കുള്ളതാണ്. നിങ്ങൾ വളരെയധികം പ്രാർത്ഥിക്കേണ്ടത് നിങ്ങളുടെ കയ്യിൽ നിന്ന് നിങ്ങളുടെ തലമുറ പോകും മുമ്പ് ഒരു അഭിഷേകം പ്രാപിക്കണം. വളരെ പ്രാർത്ഥിച്ചോണം. ഈ ആരാധനാ ഹാളിൽ നിങ്ങൾ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ തലമുറ ദൈവത്തെ സ്തുതിക്കണം. അവരാത്മാവിൽ ദൈവത്തെ ആരാധിക്കണം. നിങ്ങൾ അതിനായി പ്രാർത്ഥിക്കണം. നമ്മുടെ കയ്യിൽ നിന്ന് അവർ പോകും മുമ്പ് കരഞ്ഞു പ്രാർത്ഥിച്ചോണം അഭിഷേകം പ്രാപിക്കാൻ. അഭിഷേകമുള്ളവനെ ദുഷ്ടന് തൊടാൻ കഴിയില്ല. പ്രൈസ് ദി ലോർഡ്. അറ്റ് എനി കോസ്റ്റ് കരഞ്ഞു പ്രാർത്ഥിച്ചോണം. സ്തോത്രം പറയാനും കൈയടിക്കാനും ഇതിനകത്തല്ല പഠിപ്പിക്കേണ്ടത്, നിങ്ങളുടെ വീട്ടിലെ പഠിപ്പിച്ചോണ്ട് വരണം. വീട്ടിനകത്ത് കുടുംബ പ്രാർത്ഥനയും സ്തോത്രം ഉണ്ട്, ഇവിടെ വന്ന് സ്തോത്രം പറയും. അവിടെ അല്ലേലിയ ഉണ്ട്, ഇവിടെ വന്ന് അല്ലേലിയ പറയും. അവിടെ കൈയടിച്ചാൽ ഇവിടെയും വന്ന് കൈയടിക്കും. പ്രൈസ് ലോർഡ്. അപ്പോൾ അതിന് മീതെ യഹോവ നമ്മളതിൽ ചെയ്തു, നീ കിടക്കുന്ന ഭൂമി ഞാൻ തരും, കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും തെക്കോട്ടും വടക്കോട്ടും പടക്കും. ഡിവൈൻ ബ്ലെസ്സിങ്, ദൈവീയ അനുഗ്രഹം, മാനുഷ്യ അനുഗ്രഹം പോലല്ല. ദൈവം നമ്മെ അനുഗ്രഹിച്ചാൽ കണക്ക് കൂട്ടി കണ്ടുപിടിപ്പാൻ കഴിയാത്തവണ്ണം ഉയർത്താൻ അവൻ ശക്തനാണ്. ഞാൻ മെറ്റീരിയൽ ബെനിഫിറ്റ്സിനെ കുറിച്ചല്ല പറയുന്നത്, ആത്മീയ അനുഗ്രഹവും അങ്ങനെ. ആത്മാക്കളെ തന്നാലും അങ്ങനെ. കർത്താവ് മതി, ഇതിനകത്തിരിക്കാൻ സ്ഥലമില്ലെന്ന് പറയത്തക്കവണ്ണം തരാൻ നമ്മുടെ കർത്താവിന് കഴിയും. അത്ര മാത്രം തരാൻ കർത്താവിന് കഴിയും. പക്ഷെ ഒരു കാര്യം നമ്മൾ ഓർക്കണം, മതിയെന്ന് പറയാനുള്ള കൃപയും കൂടെ വാങ്ങണം. 2 മുറിയുള്ള വീടിന് വേണ്ടി കരഞ്ഞവനെ ഇന്ന് ദൈവം എവിടെ താമസിപ്പിച്ചേക്കുന്നത്? 2 മുറിക്ക് വേണ്ടി നമ്മുടെ പിതാക്കന്മാർ, കർത്താവേ 2 മുറി. വീട്ടിലൊരു പാസ്റ്റർ വന്നാൽ ഒരു കാപ്പി കൊടുക്കാൻ നിർവാഹമില്ല, കരഞ്ഞു. ഒരു കസേര കൊടുക്കാൻ നിർവാഹമില്ല, കരഞ്ഞവൻ്റെ ഒക്കെ തലമുറ ഇന്ന് എവിടെ? പക്ഷെ പ്രശ്നം എവിടെ പറ്റിയെന്ന് ഞാൻ പറയാം. ഒന്ന് വായിച്ചു നോക്കി. 2 തിമോത്തിയോസിന്റെ ലേഖനത്തിലെ 6-ാം അധ്യായത്തിന്റെ 17-ാം വാക്യം. ഫസ്റ്റ് തിമോത്തി 1 തിമോത്തിയോസ് 6:17. 1 തിമോത്തിയോസ് 6:17. ലോകത്തിലെ ധനവാന്മാരോട്, ഇതൂടെ ഓർത്തോളം, ദൈവം ഉയർത്തും, ദൈവം അനുഗ്രഹിക്കും, ദൈവം മാനിക്കും. പക്ഷെ ഇത് മറക്കരുത്, ഈ ലോകത്തിലെ ധനവാന്മാരോട് ഉന്നത ഭാവം കൂടാതെ ഇരിപ്പാനും നിശ്ചയമില്ലാത്ത ധനത്തിലല്ല, നമുക്ക് സകലവും ധാരാളമായ കണ്ടോ ഈ ധനത്തിന്റെ പ്രത്യേകത എന്താണ്? ഒന്ന് പറ സഹോദരങ്ങളെ, നിശ്ചയമില്ലാത്ത ധനം. ഇതിന് പണ്ട് നമ്മുടെ അപ്പച്ചന്മാർ പേര് വിളിക്കുമായിരുന്നു. നിങ്ങൾക്കറിയാമോ? എന്താണെന്നറിയോ?
പണത്തിന്റെ പേരെന്താണെന്നറിയാം? പണ്ട് വിളിക്കുന്നത് അതാ കറക്റ്റ്. ആരാ പറഞ്ഞു? അതാ കറക്റ്റ്. ചക്രം. ഇതിന്റെ പേരാ ചക്രം. കറങ്ങി നമ്മുടെ വന്ന് കറങ്ങിക്കങ്ങിയാ പോവും. ഞാൻ പറയും 10 ചക്രം ഒന്നിച്ച് കൈ കിട്ടുമ്പോൾ അഹങ്കരിക്കരുത്, നിഗളിക്കരുത്. ചിലയിടത്തൊക്കെ പാസ്റ്റർ ഞാൻ പറയുന്ന പോലെ നിൽക്കണം, സഭ ഞാൻ പറഞ്ഞതിന് പോകണം. നോ, സോദരം, നിശ്ചയമില്ലാത്ത ധനമാണിത്. നിശ്ചയമില്ലാത്ത ധനത്തിലല്ല. പിന്നെ വൈകി നമുക്ക് സകലവും ധാരാളമായി നമുക്ക് ദൈവം തന്നാ സകലവും തരും, ധാരാളം തരും. പിന്നെന്താ എഴുതിയിരിക്കുന്നത്? അനുഭവിപ്പാൻ കൃപ തരും. പിന്നെ അടുത്ത വാക്യം, സകലവും ധാരാളമായി അനുഭവിപ്പാൻ തരുന്ന ദൈവത്തിൽ ആശവെപ്പാനും നന്മ ചെയ്യുവാനും സൽപ്രവൃത്തികളിൽ സമ്പന്നരായി ദാനശീലരും ഔദാര്യമുള്ളവരുമായി സാക്ഷാലുള്ള ജീവനെ പിടിവിടരുത്. ഇത് കിട്ടുമ്പം ആ ജീവൻ, അതിനാ നമ്മളെ ദൈവം വിളിച്ചത്, അങ്ങിയല്ലാനാ. അതിൽ നിന്ന് പിടിവിടരുത്. സ്തോത്രം. ദാനശീലരാകുക. നീ ഒരു അനുഗ്രഹമായിരിക്കും. ദൈവം നിന്നെ വിളിച്ചത് ഒരു അനുഗ്രഹമാകാനാ. ദൈവം എന്നെ രക്ഷിച്ചത് അനേക രക്ഷയിലേക്ക് കൊണ്ടുവരാനാ. ഞാൻ കല്യാണമൊക്കെ നടത്തുമ്പോൾ ലാസ്റ്റ് ഈ പിള്ളേരോട് പറഞ്ഞു, നിങ്ങൾ കേൾക്കാറുണ്ടായിരിക്കും, മക്കളെ, സാധാരണ ആരും പറയാത്തൊരു വാചക പാസ്റ്റർ ഞാൻ പറയും. എന്താണെന്നറിയാമോ? കുഞ്ഞുങ്ങളെ, ഒരു ദിവസം ദൈവത്തിൽ ഇതുപോലെ നമ്മൾ നിൽക്കേണ്ടി വരും. ദൈവത്തിന് എല്ലാറ്റിനും കണക്ക് കൊടുക്കേണ്ടി വരും. അപ്പം ദൈവം തമ്പുരാൻ നമ്മളോട് ചോദിക്കുന്ന എത്ര ന്യൂ ബ്രാൻഡ് വാങ്ങി, കാർ വാങ്ങിയെന്നോ എത്ര ന്യൂ ബിൽഡിങ് വാങ്ങിയെന്നോ ഒന്നുമല്ല, എത്ര പേരുടെ കണ്ണുനിരൊപ്പിയെന്ന. നിനക്ക് എത്ര പേരുടെ കണ്ണുനിരൊപ്പാൻ കഴിയുന്നു? നിനക്ക് എത്ര പേരുടെ വിശപ്പടക്കാൻ കഴിഞ്ഞെന്ന? നിനക്ക് എത്ര മണിക്കൂർ ദൈവത്തിൽ നിൽക്കാൻ കഴിഞ്ഞെന്ന? എത്ര പേരെ നിനക്ക് കർത്താവിനായി നേടാൻ കഴിഞ്ഞെന്ന? ഇത് പഠിക്കണം, ഇത് തലമുറയെ പഠിപ്പിക്കണം. പണ്ട് പീറ്റർ പാടിയൊരു പാട്ടുണ്ട്, ഇത് മതി അത് മതി അത് മതി എന്ന് പരിശോധന. മതിയോ? ഇത് മതിയോ? കെട്ടിടം കിട്ടി, കാറ് കിട്ടി, അത് കിട്ടി, ഇത് കിട്ടി, മതിയോ? ഞാൻ സാധാരണ പറയും, പാസ്റ്ററെ, ഈ പെന്തക്കോസുകാരൻ മതിയെന്ന് പറഞ്ഞാൽ അന്ന് കാകളം തിരിക്കും. ഔദാര്യശീലർ, നിക്ഷേപം കൊടുക്കണം വരാനുള്ള കാലത്തെ. തലമുറയും പഠിപ്പിക്കണം കണ്ണുനീരൊപ്പാൻ. സ്തോത്രം. അപ്പം ഒന്ന്, ഡിവൈൻ ബ്ലെസ്സിങ്, ദൈവത്തിന് അനുഗ്രഹമാണ്. ശുശ്രൂഷ അങ്ങനെ തന്നെ. നീ ദൈവത്തോട് ചോദിച്ചാൽ മതിയെന്ന് പറയുന്നിടം വരെയാണ്. ഞാൻ പണ്ടൊക്കെ ഞങ്ങളുടെ ഈ മാസികമൊക്കെ നടത്തുമ്പോൾ അവിടെ പോയിരുന്ന് ഈ മെനക്കേട് പ്രസംഗം, പാസ്റ്ററെ ഉറക്കം തൂങ്ങി പ്രസംഗമൊക്കെ കേട്ടിട്ട് തമ്പുരാനോട് പറഞ്ഞിട്ടുണ്ട്, ദൈവമേ ഒരു 5 മിനിറ്റ് ഇവിടെ കിട്ടിയിരുന്നത് നല്ലതായിരുന്നു. ദൈവം തമ്പുരാൻ ഇങ്ങോട്ട് തരാൻ തുടങ്ങിയപ്പോൾ ദൈവമേ റെസ്റ്റ് വേണമെന്നായി. റെസ്റ്റ് ചോദിച്ചു വാങ്ങേണ്ട അവസ്ഥയാണ്. ദൈവം തരാൻ തുടങ്ങിയാൽ, ദൈവം നിന്നെ ഉയർത്താൻ തുടങ്ങിയാൽ, മാനുഷ്യ കണക്കുകൂട്ടലുകൾക്കപ്പുറമായി നിന്നെ ഉയർത്താൻ എൻ്റെ ദൈവത്തിന് കഴിയും. മനുഷ്യനൊരു കണക്കുകൂട്ടലുണ്ട്, അതിനപ്പുറത്തെത്തിക്കാൻ, നിന്റെ തലമുറ എത്തിക്കാൻ ദൈവത്തിന് കഴിയും. അന്ന് ഡിവൈൻ ബ്ലെസ്സിങ്, ഞാൻ നിന്നെ അനുഗ്രഹിക്കും. 2, ഡിവൈൻ പ്രസൻസ്, ഞാൻ നിന്റെ കൂടെ ഇരിക്കും. 3, ഡിവൈൻ പ്രൊട്ടക്ഷൻ, ഞാൻ നിന്നെ കാക്കും. 4, ഡിവൈൻ പ്രോമിസ്, ഞാൻ നിന്നെ കൈവിടാൻ നിന്നോട് പറഞ്ഞ അരുളിച്ചെയ്ത് നിവർത്തിക്കും. ഇന്ന് രാത്രിയിൽ വിളിക്കുന്ന ദൈവമേ, ദൈവം നിന്നോടൊരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, സാഹചര്യങ്ങൾ ഒന്നും അനുകൂലമല്ലെങ്കിലും പറഞ്ഞത് സർവശക്തനാകിയാൽ അത് സംഭവിച്ചിരിക്കും. കൈ ഉയർത്തി വാ തുറന്ന് ദുഷ്ടപിശാചികൾക്ക് പറ, അനുകൂലമായി ഞാൻ ഒന്നും കാണുന്നില്ലെങ്കിലും എന്നോട് പറഞ്ഞത് സർവശക്തനാകിയാൽ അത് സംഭവിക്കുമെന്ന് പറ. കൈ അടിച്ച് ശക്തിയോട് സ്തോത്രം പറഞ്ഞുകൊണ്ട് പറ, എന്നോട് എന്റെ ദൈവം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അനുകൂലമായി ഞാൻ ഒന്നും കാണുന്നില്ലെങ്കിലും അത് സംഭവിക്കും. ദൈവം തമ്പുരാനോട് സംസാരിച്ചു, കവനന്റ് കൊടുത്തു. യാക്കോബ് ഉറക്കമുണർന്നു. നമ്മുടെ സമയം തീരുന്നല്ലോ. അവനെ ആ കല്ല്, തലേണയായി വെച്ച കല്ലെടുത്ത് അവൻ ചില നേർച്ചകൾ നേർന്നു. എന്താ അവൻ പറഞ്ഞേ? വായിച്ചേ, നീ എന്നോടുകൂടെ ഇരിക്കും, ധരിപ്പാൻ വസ്ത്രവും ഭക്ഷിപ്പാൻ ആഹാരവും തന്ന് സൗഖ്യത്തോടെ എന്റെ വീട്ടിലേക്ക് എന്നെ മടക്കി വരുത്തുകയും ചെയ്താൽ
നീ എൻ്റെ ദൈവമായിരിക്കും. ഞാൻ നിനക്കിവിടെ ആലയം പണിയും, ലഭിക്കുന്നതിനെല്ലാം ഞാൻ ദശാംശം തരും. എന്നാ പറഞ്ഞു തമ്പുരാൻ? നിങ്ങൾ പറയൂ. തമ്പുരാൻ ഓൾറെഡി എന്ത് പറഞ്ഞു കഴിഞ്ഞു? ഞാൻ നിന്നെ സൂക്ഷിക്കാം, ഞാൻ നിന്റെ കൂടെ ഇരിക്കാം, ഞാൻ നിന്നെ അനുഗ്രഹിക്കും, ഞാൻ നിന്നെ മടക്കി വരുത്തും. പക്ഷെ അവനിപ്പോഴും സംശയമാ. കൂടെ ഇരുന്നാൽ, മടക്കി വരുത്തിയാൽ, സൂക്ഷിച്ചാൽ, സഹായിച്ചാൽ, എനിക്ക് ഇതൊക്കെ കിട്ടിയാൽ ഞാനത് ചെയ്യാവുന്നത്. ഒരു ദൈവവൈതൽ ദൈവത്തിൽ പറഞ്ഞ കർത്താവെ അതൊക്കെ എനിക്ക് തന്നു കഴിഞ്ഞ് ഞാൻ തരാമെന്നല്ല. അത്തിവൃക്ഷം തളുത്തില്ലെങ്കിലും, മുന്തിരിവള്ളി ഫലമില്ലെങ്കിലും, ഗോശാല കന്നുകാലിയില്ലെങ്കിലും നീ എന്റെ ദൈവം. ഞാൻ ചോദിക്കുന്നൊക്കെ കിട്ടിയാലും കിട്ടിയില്ലേലും അവിടുന്ന് എന്റെ ദൈവമാണ്. അപ്പൊ അത് ദൈവസ്ഥലത്തെ നേർച്ച നടന്നു. എന്നിട്ട് പോയി. എത്ര വർഷത്തേക്കാണെന്നറിയാമോ? 20 വർഷത്തേക്ക് യാക്കോബ് പോയി. ഈ വേദപുസ്തകം ഒരിടത്തും യാക്കോബ് ആലയം പണിതായിട്ടും കാണുന്നില്ല, ദശാംശം കൊടുത്തതായിട്ടും കാണുന്നില്ല. പക്ഷെ ദൈവം അവനോട് വിശ്വസ്തത പാലിച്ചുകൊണ്ടേയിരുന്നു. ഉൽപ്പത്തി പുസ്തകം 30 വായിച്ചേ. ജനസിസ് ചാപ്റ്റർ 30 വേഴ്സ് 30. 30:30. ഞാൻ വരും മുമ്പേ നിനക്ക് അല്പമേ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പോൾ അത്യന്തം വർദ്ധിച്ചിരിക്കുന്നു. അതാണ് യാക്കോവേ എന്റെ ദൈവത്തിന്റെ പ്രത്യേകത. നീ ദശാംശം കൊടുത്തിട്ടുമില്ല, നീ പ്രാർത്ഥിച്ചിട്ടല്ല, അവന്റെ കവനന്റാണ്, നിന്നോടുള്ള ദൈവത്തിന്റെ ഉടമ്പടിയാണ്. നിന്റെ പിതാക്കന്മാരോട് ദൈവം ചെയ്ത വാഗ്ദത്തത്തിന്റെ നിവർത്തിയാ നിന്റെ നന്മ. അവര് പറയാ ഞാൻ കാൽ വെച്ചിടത്തൊക്കെ ദൈവം അനുഗ്രഹിച്ചു, ഞാൻ വരും മുമ്പേ അല്പമേ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞ് ദൈവം തമ്പുരാൻ പറഞ്ഞു കൂടെ ഇരുന്നു, മടക്കി വരുത്താവെന്ന് പറഞ്ഞ് മടക്കി വരുത്തി. 31-ാം അധ്യായത്തിൽ യാക്കോവിനോട് ദൈവം തമ്പുരാൻ പറയും നീ പുറപ്പെടണം, നിന്റെ വീട്ടിലേക്ക് പോകണം. അങ്ങനെ യാക്കോവ് തന്റെ ഭാര്യമാരെയും പിള്ളേരെയും കൂട്ടി പോകുമ്പോൾ ലാബാൻ 41 വാക്യമാണെന്ന് തോന്നുന്നു, ലാബാൻ പിടിച്ചോണ്ട് പോകാൻ വന്നു. ആ രാത്രിയിൽ യാക്കോവിന്റെ ഭയമായവൻ അവന്റെ മുമ്പിൽ ഇറങ്ങി നിന്നു. പല പേരിൽ ഞാൻ ഇത് പറഞ്ഞിട്ടുണ്ട്. ടെസ്റ്റുകോളിന്റെ സ്റ്റേറ്റ് കൺവെൻഷൻ ഈ മെസ്സേജ് വ്യാപിചാരിതമായി പരിശുദ്ധാത്മാവ് നിന്നു, 10,000 സ്പർശിച്ചു. യാക്കോവിനെ 20 വർഷം, എന്നെ ശ്രദ്ധിക്കൂ, ലാബാന്റെ വീട്ടിലൊരു പൊട്ടനെ പോലെ യാക്കോവ് കിടന്നു. 10 പ്രാവശ്യം അവന്റെ നന്മ മാറ്റി. ലാബാൻ വിചാരിച്ചത് ഇവൻ പൊട്ടനാ, ഇവൻ കളിപ്പിക്കാൻ പറ്റിയവനാ. സ്തോത്രം, ഹല്ലേലൂയ. എന്നാൽ ദൈവം തമ്പുരാന്റെ വാക്ക് കേട്ടിറങ്ങിയ യാക്കോവിനെ പിടിക്കാനായി ലാബാൻ വന്നപ്പോൾ ആ രാത്രി ദൈവം തമ്പുരാൻ ഇറങ്ങി നിന്നു. തമ്പുരാൻ പറഞ്ഞു നീ അവനോട് ഗുണമെങ്കിലും ദോഷമെങ്കിലും ചെയ്യരുത്, തൊട്ടുപോകരുത്. ദൈവം പറഞ്ഞു. ലാബാൻ യാക്കോവിന്റെ അടുക്ക് വന്ന് പറയുന്നൊരു പദമുണ്ട്, നിന്നോട് ദോഷം ചെയ്യുവാൻ എൻ്റെ പക്കൽ ശക്തിയുണ്ട്. എന്നാൽ നിന്റെ പിതാക്കന്മാരുടെ ദൈവം കഴിഞ്ഞ രാത്രി എന്നോട് പറഞ്ഞു നിന്നെ തൊട്ടുപോകരുതെന്ന്. കണ്ടില്ലേ ആ വാക്യം? 31:13, 31:22. നിന്നെ തൊട്ടുപോകരുതെന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. നിന്നോട് ഗുണവും ദോഷവും ചെയ്യരുത് പറഞ്ഞു. ഇന്ന് രാത്രി എന്നെ മോക്കയാട്ട് ദൈവത്തെ സേവിക്കുന്ന ദൈവത്തിലെ, അതല്ലേ ആ വാക്യമല്ലേ? അതെ അതെ. ആ, നിന്നോട് ഗുണം. എന്നാൽ ദൈവം രാത്രി സ്വപ്നത്തിൽ അരാമ്യനായ ലാബാന്റെ അടുക്കൽ വന്നവനോട് നീ യാക്കോബിനോട് ഗുണമെങ്കിലും ദോഷമെങ്കിലും പറയാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളുക എന്ന് കൽപ്പിച്ചു. ലാബാൻ യാക്കോബിനോടൊപ്പം എത്തി. മതി, അതുകൊണ്ട് നിന്റെ പിതാക്കന്മാരുടെ ദൈവം കഴിഞ്ഞ രാത്രി എന്നോട് പറഞ്ഞു നിന്നെ തൊട്ടുപോകരുത്. ഇന്ന് രാത്രി എന്നെ ശ്രദ്ധിച്ച് 20 വർഷം ലാബാന്റെ വീട്ടിൽ ഒരു പൊട്ടനെ പോലെ എല്ലാം സഹിച്ചു കിടന്ന് യാക്കോബ്. പക്ഷേ ലാബാൻ വിചാരിച്ചു അവന്റെ ദൈവത്തെ പോലെയാ യാക്കോബിന്റെ ദൈവമെന്ന്. പക്ഷെ അന്ന് രാത്രി ലാബാൻ ഒരു കാര്യം മനസ്സിലായി. 20 വർഷം എൻ്റെ വീട്ടിലൊരു പൊട്ടനെ പോലെ എല്ലാം സഹിച്ചു കിടന്ന ഈ എബ്രായൻ ഞാൻ ഉദ്ദേശിച്ചയാളല്ല, ഇവന്റെ ദൈവവും എൻ്റെ ദൈവത്തെ പോലെയല്ല. ഇന്ന് രാത്രി ഹോളിൽ ആരാധിക്കുന്ന ദൈവവേദലേ, അല്പകാലങ്ങളിൽ നീ ചിലത് സഹിച്ചാലും, അല്പകാലങ്ങളിൽ നീ നിന്നയും അപമാനവും ആക്ഷേപവും ഒറ്റപ്പെടലും സഹിച്ചാലും നീ ആരെന്ന്, നീ സേവിക്കുന്ന ദൈവം ആരെന്ന് ദൈവം വെളിപ്പെടുത്തും. കരയുന്ന നീ ആരാണെന്ന് വാതുറന്ന ശക്തിയോട് കരമടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ട്, അന്യഭാഷ ദൈവത്തെ സ്തുതിച്ചാട്ട് പ്രാർത്ഥിക്കുന്ന നീ ആരാണെന്ന്, ഓ ബാറകല സംഭനാദിയ, നീ സേവിക്കുന്ന ദൈവം ആരെന്ന് ദൈവം വെളിപ്പെടുത്തും. ഹല്ലേലൂയ. ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചാട്ട് ഒരു ദിവസം ദൈവം വെളിപ്പെടുത്തും നീ ആരാണെന്ന്, നീ സേവിക്കുന്ന ദൈവം ആരെന്ന് ദൈവം വെളിപ്പെടുത്തും.
നോക്കൂ, സൂക്ഷിക്കാമെന്ന് പറഞ്ഞ് സൂക്ഷിച്ചു, കൂടെ ഇരിക്കാമെന്ന് പറഞ്ഞ് കൂടെ ഇരുന്നു, അനുഗ്രഹിക്കാമെന്ന് പറഞ്ഞ് അനുഗ്രഹിച്ചു. അവസാനം ദൈവം പറഞ്ഞു പൊക്കാമെന്ന് പറഞ്ഞു. പുറപ്പെട്ട് ബഥേലിലേക്ക് പോകാം. കഷ്ടകാലത്തിൻ്റെ കൂടെ ഇരിക്കുകയും എൻ്റെ പ്രാർത്ഥന കേൾക്കിച്ച് ദൈവത്തിന് അവിടെ ആകെ വിടുമ്പോൾ യാക്കോബ് വിചാരിച്ച് എല്ലാവരെയും കളിപ്പിച്ചോളൂ ദൈവത്തെ കളിപ്പിക്കാവുന്നത്. പക്ഷെ ദൈവം തമ്പുരാൻ വിട്ടില്ല. ഞാൻ എപ്പോഴും പറയും, ഈ നോക്കിയവനെ കിട്ടിയില്ലേ, കിട്ടിയവനെ ഉപയോഗിക്കുന്നവനല്ല ദൈവം. ദൈവം ആരെ നോട്ടമിട്ടോ അവനെ പിടിക്കാതെ മാറില്ല. ദൈവം ഓരോരുത്തരെ നോട്ടമിട്ടാൽ അവനെ പിടിക്കാതെ അവൻ മാറില്ല. ഒരു വാക്യം വായിച്ച് ക്ലോസ് ചെയ്യാം. ആവർത്തന പുസ്തകം 23-ാം അധ്യായം 21 മുതലുള്ള വാക്യങ്ങൾ. ആവർത്തന പുസ്തകം 23-ാം അധ്യായം 21 മുതലുള്ള വാക്യങ്ങൾ. നിന്റെ ദൈവമായ യഹോവയ്ക്ക് നേർച്ച നേർന്നാൽ അത് നിവർത്തിപ്പാൻ താമസം വരുത്തരുത്. അങ്ങനെ ചെയ്താൽ നിന്റെ ദൈവമായ യഹോവ നിന്നോട് ചോദിക്കും, അത് നിങ്ങൾ പാപമായിരിക്കും. നേരാതിരിക്കുന്നത് പാപമാകയില്ല. നിന്റെ നാവിന്മേൽ നിന്ന് വീണത് നിവർത്തിക്കുകയും വായു കൊണ്ട് പറഞ്ഞ സ്വമേധാദാനം നിന്റെ ദൈവമായ യഹോവയ്ക്ക് നേർന്നതുപോലെ നിവർത്തിക്കുകയും. കഷ്ടതയുടെ വേളയിലും പ്രയാസവേളയിലും ഒക്കെ ദൈവത്തോടൊത്ത് തീരുമാനം നമ്മൾ എടുക്കും. പക്ഷെ നമ്മളത് മറക്കും. പക്ഷെ ഇന്ന് രാത്രി ഓർത്തോണം, നീ ദൈവത്തോടെടുത്ത തീരുമാനം നീ മറന്നാലും ദൈവം മറക്കില്ല. ആഴ്ച ഒരു ദിവസം പ്രാർത്ഥിക്കാവുന്ന തീരുമാനം എടുത്തോ. ഒരാളോടെങ്കിലും സുവിശേഷം പറയാൻ തീരുമാനം എടുത്തോ. കിട്ടുന്നതിൽ കൃത്യമായ ദശാംശം കൊടുക്കാൻ തീരുമാനം എടുത്തോ. നീ മറന്നാലും ദൈവം മറക്കില്ല. നമ്മൾ പലപ്പോഴും അവിശ്വസ്തരായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നില്ല, കരയുന്നില്ല, ഉപവസിക്കുന്നില്ല, ഒരു കുഴപ്പമില്ലല്ലോ എന്നാ. അത് ദൈവത്തിൻ്റെ വിശ്വസ്തയുടെ ഭാഗമാണ്. ഒരു കുഴപ്പമില്ലാത്തതേ ദൈവത്തിൻ്റെ വിശ്വസ്തതയാണ്. ഞാനത് പ്രസംഗിക്കുമ്പോഴൊക്കെ ഇത് കൺക്ലൂഡ് ചെയ്യാൻ ഒരു കാര്യം പറയും. എനിക്കറിയാവുന്ന ശ്രേഷ്ഠനായ ഒരു മിഷൻ ലീഡറുണ്ട്, ഒരു ദൈവദാസനാണ് അദ്ദേഹം. ഇതുപോലെ തന്നെ ഒരു മലയാളിക്ക് ചെന്നെത്താവുന്ന ഉയരത്തിൽ അദ്ദേഹം ചെന്നു. ചെല്ലാൻ കാരണമുണ്ട്. അദ്ദേഹം ഒരു കൊച്ചു കുടിലിൽ താമസിച്ചു. അന്നത്തെ കാലത്ത് പ്രാർത്ഥിക്കാൻ സൗകര്യമില്ലാത്തതിൻ്റെ പേരിൽ അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ നടുക്കൂടെ പോകുന്ന വയലിന് നടുകൂടെ പോകുന്ന കനാലിൽ പോയിരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. വേറെ നിർവാഹമില്ല. അങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചവരാ ഞങ്ങളിൽ പലരും. അവിടെ കുത്തിയിരുന്ന് കർത്താവിനോട് കരഞ്ഞു. കനാലിരുന്ന്, കർത്താവേ എൻ്റെ അവസ്ഥ മാറ്റണം, എനിക്കൊരു വീടൊക്കെ തരണമേ. 10 വർഷത്തേക്ക് എന്നെ എവിടെങ്കിലും വിടണം. എൻ്റെ അവസ്ഥ മാറ്റിയാൽ ഞാനതിന് ശേഷം നിൻ്റെ മഹത്വമുള്ള വേലയ്ക്ക് ഇറങ്ങും. ദൈവത്തോട് തീരുമാനമാണ്. ദൈവം അദ്ദേഹത്തെ അയച്ചു. മുമ്പേ പറഞ്ഞ ഉന്നതമായൊരു കമ്പനിയിലെ വലിയ സ്ഥാനത്ത് 10 വർഷം കഴിഞ്ഞു. അദ്ദേഹം മറന്നുപോയി. വീണ്ടും ഒരു 10 വർഷം കൂടെ ദൈവം കൊടുത്തു. പുള്ളി ദൈവത്തോട് തീരുമാനം മറന്നു. വലിയ കമ്പനിയുടെ ഹൈ പോസ്റ്റിൽ കറങ്ങുന്ന കസേരയിൽ അദ്ദേഹം ഇരിക്കുമ്പോൾ ഒരു ദിവസം അദ്ദേഹം സ്ട്രോക്ക് വന്ന് താഴെ വീണു. വാഗോടിപ്പോയി. സംസാരിക്കാൻ കഴിയാതെയായി. കൈകളുടെ ചലനമറ്റു. അവിടുത്തെ പ്രസിദ്ധമായ ഹോസ്പിറ്റലിൽ 3 മാസം ട്രീറ്റ്മെൻറ്റ് ചെയ്തു. ഒരു മാറ്റവും ഇല്ല. ഒരു രാത്രി ഉറക്കം പോലും ഇല്ലാതെ ഇങ്ങനെ കിടക്കുമ്പോൾ ഇത് കണ്ണുകൾ നിറഞ്ഞ് കവിഞ്ഞൊഴുകി. ഇതൊരു കെട്ടുകഥ ഞാൻ പറയല്ല. അയാൾ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ ഞാൻ എവിടെ തെറ്റിയെന്ന് എന്നോട് പറയണം, ഞാൻ എവിടെ ദാസ്ഥാനപ്പെടുമെന്ന് പറയണം. നീ എന്നോട് പറഞ്ഞാൽ ഞാൻ അനുസരിക്കാം. ആ രാത്രിയിൽ ദൈവം ഒരു സ്ക്രീനിൽ നിന്ന പോലെ എല്ലാം കാണിച്ചു. പണ്ടത്തെ കുടില് കാണിച്ചു. കനാലിൻ്റെ പ്രാർത്ഥിക്കാൻ വീട്ടിലിടവില്ലാതെ കനാലിലിരുന്ന് കരഞ്ഞത് കാണിച്ചു. ദൈവത്തോട് ഇത് തീരുമാനം കാണിച്ചു. തമ്പുരാൻ ചോദിച്ചു, മോനെ നീ ചോദിച്ചതും ചോദിക്കാത്തതും ഞാൻ നിനക്ക് തന്നു. നീ എന്നോട് പറഞ്ഞ തീരുമാനം ഇവിടെ. ആ മനുഷ്യൻ പറഞ്ഞു, കർത്താവെ കൈ ചലിപ്പിക്കാൻ ബലം തന്നാൽ ഞാൻ നിന്റെ വേലക്കയറും. ആ രാത്രിയിൽ നിങ്ങൾ വിശ്വസിക്കുകയോ ഇല്ലയോ, കൈക്ക് ദൈവം ബലം കൊടുത്തു. അത് ആദ്യം ചെയ്തൊരു പേപ്പർ വാങ്ങിച്ച് റിസൾട്ട് ലെറ്റർ എഴുതി. ആളുകൾ ഞെട്ടി. ആ രാത്രി പൂർണ്ണമായി അദ്ദേഹത്തെ സൗഖ്യമാക്കി. ഒരു പെന്തക്കോസ്ത് ലീഡറായി അദ്ദേഹം മാറി. പിന്നീട് അനേക ഇടങ്ങളിൽ യേശുവിൻ്റെ നാമത്തെ അദ്ദേഹം ഉയർത്തി. നീ കർത്താവിനോട് പറഞ്ഞ് മറന്നാലും മറക്കാത്തൊരു ദൈവമുണ്ട്. ഇന്ന് രാത്രി കർത്താവിനോട് പറഞ്ഞ, കർത്താവേ ഞാൻ അവിശ്വസ്തനാ, നീ വിശ്വസ്തനാപ്പ. എൻ്റെ വിശ്വസ്തയുടെ കൂടുകൊണ്ട് ഞാൻ ഇന്ന് അനുഭവിക്കുന്ന നന്മയൊന്നും അല്ല. ഒരു കാര്യം ഓർത്തോണം, നമ്മുടെ പിതാക്കന്മാരുടെ കണ്ണുനീരാണ്
പറഞ്ഞില്ലേ, നിന്റെ പിതാക്കന്മാരുടെ ദൈവം പറഞ്ഞെന്ന്. ദൈവത്തോട് വിശ്വസ്തതയുള്ള തലമുറയായി നിൽക്കണം. ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന അങ്ങനെ ആ തലമുറയെല്ലാം ഒഴിഞ്ഞുപോയി. ദൈവത്തെ, അവൻ്റെ ക്രിയകളെ അറിയാത്തൊരു തലമുറയുണ്ടായി. അങ്ങനൊരു തലമുറ നമ്മുടെ ഭവനത്തിൽ ഉണ്ടാകരുത്. നമുക്കെല്ലാവർക്കും ദൈവത്തിൽ എഴുന്നേറ്റ് നിൽക്കാം. ഈ രാത്രി നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ ദൈവത്തിൽ ഏൽപ്പിച്ച് അല്പം നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും ദൈവത്തിൽ ഏൽപ്പിച്ചു കൊടുത്താട്ട് ദൈവത്തിൻ്റെ ശക്തി ഇന്നിവിടെ വ്യാപരിക്കുന്ന, കർത്താവിൻ്റെ ബലം തമ്മിൽ വ്യാപരിക്കുന്ന ശക്തി വെളിപ്പെടുന്ന പകലായി രാത്രിയായി മാറട്ടെ. എല്ലാവരും പ്രാർത്ഥിച്ചാട്ട് എന്താണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്? കർത്താവേ, എൻ്റെ മേലുള്ള നിന്റെ ആത്മാവും എൻ്റെ വായിൽ നീ തന്ന വചനവും എൻ്റെ വായിൽ നിന്നും, എൻ്റെ സന്തതിയുടെ വായിൽ നിന്നും, എൻ്റെ സന്തതിയുടെ വായിൽ നിന്നും ഒരു നാളും വിട്ടുമാറരുത്. അത് ദൈവീയ പ്രോമിസാണ്. ശക്തിയോടെ, കൈത്തിയോടെ കൈയൊന്ന് ഉയർത്തിപ്പിടിച്ചാട്, ഒരു കരം നെഞ്ചോട് ചേർത്ത് പിടിച്ചാട്ട് മറുകരം സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് നമുക്ക് ഒന്നിച്ചൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, എൻ്റെ മേലുള്ള നിന്റെ ആത്മാവും എൻ്റെ വായിൽ നിന്ന വചനവും എൻ്റെ വായിൽ നിന്നും, എൻ്റെ സന്തതിയുടെ വായിൽ നിന്നും, എൻ്റെ സന്തതിയുടെ വായിൽ നിന്നും വിട്ടുമാറരുത്. ഈ രാത്രി നമ്മുടെ തലമുറയ്ക്ക് എവിടെയാണോ അവിടെ ദൈവശക്തിയെ വിവരിക്കട്ടെ. ഉടമറകനഹദുനയ. കർത്താവേ, സോക്കി പിതാവേ, ഞങ്ങളുടെ തലമുറകളെ അവിടുത്തെ കരത്തിലേൽപ്പിക്കുന്നു. ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളുടെ സന്താനങ്ങൾ ഇപ്പോൾ എവിടൊക്കെയാണോ അവിടെ ദൈവശക്തി വ്യാപരിക്കും. ഇതിനകത്ത് വന്ന് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഏൽപ്പിക്കുകയാണ്. ഞങ്ങളുടെ മേൽ വ്യാപരിക്കുന്ന ദൈവശക്തി ഞങ്ങളുടെ സന്താനത്തിൽ വ്യാപരിക്കണം. ഞങ്ങൾക്ക് ശേഷം ഞങ്ങളുടെ തലമുറ കർത്താവിൻ്റെ നാമത്തെ ഉയർത്തണം. ഈ നല്ല കർത്താവിനെ ഞങ്ങളുടെ തലമുറ വിട്ടുമാറരുത് കർത്താവേ. അവർ യേശുവിന് വേണ്ടി നിൽക്കട്ടെ. തലമുറയായി നിങ്ങളുടെ സങ്കേതമാകട്ടെ കർത്താവേ. നിന്റെ വലിയ ശക്തി ഇന്ന് രാത്രിയുടെ വ്യാപരിപ്പാൻ പോകുകയാൽ സ്തോത്രം. ഞങ്ങളുടെ കരം ഞങ്ങളെ തൊടുന്നതോർത്തങ്ങ് സ്തുതിക്കുന്നു. നമ്മുടെ ശക്തി വെളിപ്പെടുന്നോർത്ത് സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ കൈകൾ അടിച്ച് വാ തുറന്ന് ശക്തിയോട് ദൈവത്തെ സ്തുതിച്ചാൽ. ഞാൻ പലയിടത്തും പറയാറുണ്ട്, ഒരു ദൈവത്തിന്റെ ആസൻ, ഒരു അഭിഷക്തൻ. ഗായക സംഘം പാടുന്ന ആളുകൾ വന്നു നിന്നാണ്. ഓക്കെ, ഒരു ദൈവദാസൻ സ്റ്റേജിൽ നിന്ന് ഒരു ദൂത് വിളിച്ചു പറയുമ്പോൾ നിന്റെ ഹൃദയത്തിൽ അത് തൊട്ടാൽ നീ പറയണം, ഈ ദൂത് എന്നോടാണ്, ഈ ദൂത് എന്നോടാണെന്ന് പറഞ്ഞു. 2021 ഞാൻ 2001 ദുബൈ ഹോളി ട്രിനിറ്റി ചർച്ചിൽ ഞാൻ പ്രസംഗിക്കുകയാണ്. ആയിരക്കണക്കിന് ആളുകളുണ്ട്. നിങ്ങൾക്കറിയാം, 2 ഹാളുകൾ ഒന്നിച്ച് നിർത്തി. 2001 ഞാൻ ദൈവവചനം പ്രസംഗിച്ചു നിൽക്കുമ്പോൾ തികച്ചും യാദൃശ്യമായി വേദഭാഗം മൂടി വന്നു. നിന്റെ മേലുണ്ട് ആത്മാവും, നിന്റെ വായിൽ ഞാൻ തന്ന വചനവും എൻ്റെ വായിൽ, നിന്റെ വായിൽ നിന്നും, നിന്റെ സന്തതിയുടെ വായിൽ നിന്നും, നിന്റെ സന്തതിയുടെ വായിൽ നിന്നും ഒരു നാളും വിട്ടുമാറൽ യഹോവയെ അരുളി ചെയ്യുന്നു. ഞാൻ എന്നിട്ട് ഇതുപോലെ പറഞ്ഞു, എല്ലാ മാതാക്കളും കൈ നെഞ്ചു പിടിക്കാൻ പറഞ്ഞു. എല്ലാ പിതാക്കന്മാരും നെഞ്ചോട് കരം ഉയർത്തി പിടിക്കാൻ പറഞ്ഞു. മറുകരം സ്വർഗത്തിലേക്ക് ഉയർത്തി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ആ ഹോളിൽ വന്ന എല്ലാ അപ്പനും അമ്മയും കർത്താവിനോട് അവരുടെ കണ്ണുകൾ നിറഞ്ഞ് കവിഞ്ഞൊഴുകുകയായിരുന്നു. അവരൊരുമിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ വിവാഹം കഴിഞ്ഞ് 8 വർഷമായി മക്കളില്ലാത്ത ഒരു സഹോദരി അവിടെ ഉണ്ടായിരുന്നു. അവൾ പറഞ്ഞു, കർത്താവേ, ഈ വാഗ്ദത്തം എന്നോടാണ്, ഈ ദൂത് എന്നോടാ. എൻ്റെ മേലുള്ള നിന്റെ ആത്മാവും എൻ്റെ വായിൽ നീ തന്ന വചനവും അതെന്നിൽ അവസാനിക്കരുത്. എൻ്റെ സന്തതിയുടെ മേൽ അത് വ്യാപരിക്കണം. അങ്ങനെയെങ്കിൽ നീ എനിക്ക് തലമുറയെ തന്നേ മതിയാകുകയുള്ളൂ. പ്രസംഗിച്ച പാസ്റ്റർ ബി മോനച്ചനത് കേട്ടില്ല. ഓപ്പോസിറ്റ് അവിടെ ഹസ്ബൻഡ് ഇരിപ്പുണ്ടത് കേട്ടില്ല. പക്ഷെ തമ്പുരാനത് കേട്ടു. 4 വർഷം കഴിഞ്ഞ് അതേ ഹോളിൽ ഞാൻ പ്രസംഗിച്ച് കറിഞ്ഞിറങ്ങുമ്പോൾ അവിടുത്തെ പാസ്റ്ററോട് പറഞ്ഞിട്ടൊരു കുടുംബം എന്നെ കാത്തു നിൽപ്പുണ്ടായിരുന്നു. അവരെന്നെ ഒരു ചൈനീസ് റെസ്റ്റോറൻറ്റിലേക്ക് കൊണ്ടുപോയി. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ഉണ്ടായിരിക്കാം 2 കൊച്ചു മേശ, 2 കൊച്ചു കസേര, എപ്പുറവും കുട്ടിക്കസേരകൾ, 2 സായിപ്പും കുട്ടികളെ പോലെ 2 എണ്ണം. പണ്ട് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പറഞ്ഞു, പാസ്റ്റർ, അങ്ങ് 4 വർഷം മുമ്പ് ആ ഹോളിൽ പ്രസംഗിക്കുമ്പോൾ നിന്റെ മേലൂടെ എൻ്റെ ആത്മാവും, നിന്റെ വായിൽ നീ തന്ന വചനവും, നിന്റെ വായിൽ നിന്നും, നിന്റെ സന്തതിയുടെ വായിൽ നിന്നും, നിന്റെ സന്തതിയുടെ വായിൽ നിന്നും വിട്ടുമാറിൽ യഹോവയെ അരുളി ചെയ്യുന്നു എന്ന് ആ വാഗ്ദത്തം ഞാൻ ഏറ്റെടുത്തു. 4 വർഷത്തിനുള്ളിൽ 2 എണ്ണം. അടുത്ത് ചെന്നപ്പോ ഒന്നുകൂടെ തമ്പുരാൻ തന്ന. അങ്ങനെ നീ ദൈവത്തിന്റെ വാഗ്ദത്തം ഏറ്റെടുത്ത് സ്തോത്രം പറഞ്ഞാൽ അനുകൂലമായി ഒന്നും കാണുന്നില്ലെങ്കിലും പറഞ്ഞത് സർവശക്തനാകിയാൽ സംഭവിക്കും. ഞാനിത് പറയാൻ നിന്നല്ല, ദൈവാത്മാവെന്നെ കൊണ്ട് പറയിക്കുന്നു. ഇന്ന് രാത്രിയിൽ വ്യക്തിപരമായി ഏതെങ്കിലും വിഷയത്തിന് പ്രാർത്ഥന ആവശ്യമുണ്ട്, കൈ ഉയർത്തിപ്പിടിക്കാൻ പ്രാർത്ഥിക്കാം. എന്നിട്ട് നമുക്ക് ആരാധിക്കാം. ഏത് വിഷയമാണല്ലേ കൈ ഉയർത്തിപ്പിടിച്ചാട്ട്
നിങ്ങളുടെ ഔദ്യോഗിക രംഗത്തോ ഏതുമായിട്ട് കർത്താവേ, സ്വർഗ്ഗീയ പിതാവേ, നിന്റെ കുഞ്ഞുങ്ങളുടെ എല്ലാ ഭാരവും അങ്ങയുടെ കയ്യിലേൽപ്പിക്കുന്നു, ആവശ്യങ്ങളുടെ കയ്യിലേൽപ്പിക്കുന്നു. അവർ വ്യക്തിപരമായി പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്മേൽ ഇന്ന് രാത്രി നീ അത്ഭുതം ചെയ്യണം. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ രോഗാത്മാവിനെ ഞാൻ ശാസിക്കുന്നു, ദുഷ്ടാത്മാവിനെ ഞാൻ ശാസിക്കുന്നു. ദൈവീയ വിടുതലുകൾ ഈ ഹാളിൽ ഇപ്പോൾ വെളിപ്പെടട്ടെ കർത്താവേ. നിന്റെ കൈ തൊട്ടിരിക്കാൻ സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ എല്ലാവരും ഒന്ന് കൈയടിച്ചു തുടങ്ങിയാട്ട്.